നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ നിറവിനെക്കുറിച്ചാണ്. അതിൽ പഠിക്കുന്ന ഭാഗം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നിറവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ ഭാഗം യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചു. രണ്ടാമത്തെ ഭാഗം കൊരിന്ത് സഭയിലെ അവസ്ഥയിൽ നിന്നും പഠിക്കുകയും അതിനോടനുബന്ധിച്ച് ആത്മനിറവുള്ള വ്യക്തികളിൽ കാണുന്ന ആത്മഫലത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന പഠനം. അതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഫലം അല്ലെങ്കിൽ ആത്മഫലം, ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്, അതിലെ ഇന്നലെ രാത്രി നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് സമാധാനത്തെക്കുറിച്ച് ആണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം വരെ പഠിച്ചു. ഇന്ന് ചില നിമിഷങ്ങൾക്കുള്ളിൽ ബാക്കിയും കൂടെ പഠിച്ച് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കണം. അടുത്തത് ദീർഘക്ഷമ എന്നതാണ്. ദീർഘക്ഷമ. ഇപ്പം ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കതുണ്ടോ ഇല്ലയോ എന്ന് ശോധന ചെയ്യാനും, ഇല്ലെങ്കിൽ അതുണ്ടാകാനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് തീരുമാനത്തെയും ജീവിതത്തിൻ്റെ സമർപ്പണത്തെയും പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ബൈബിൾ ക്ലാസ്സും യോഗങ്ങളുമൊക്കെ കർത്താവിൻ്റെ ദാസന്മാർ സംഘടിപ്പിക്കുന്നത്. അതല്ലാതെ കുറേ അറിവുകൾ അറിയിക്കാനും അറിയിക്കുന്ന അറിവുകൾ ഏറ്റെടുത്ത് നിങ്ങൾ അറിവുള്ളവരായി മാറുന്നതിനും വേണ്ടി മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ ഇത് ഏറ്റവും പ്രയോജനകരമായിരിക്കണം. അപ്പം ദീർഘക്ഷമ നമുക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഇല്ലെന്ന് തന്നെ പറയണം. നമുക്കുള്ളത് ക്ഷമയാണ്, അല്ലേ? അതും ഇല്ലാത്ത ആളുകൾ ഉണ്ട്. ഒട്ടും ക്ഷമയില്ലാത്ത ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ക്ഷമയില്ലാതെ തകർന്നു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ദീർഘക്ഷമ, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാഗം ശരിയാകുന്നുണ്ട്. കർത്താവ് ആരാ? ദീർഘക്ഷമയുള്ള ദൈവം. അപ്പം നമുക്ക് ക്ഷമയുണ്ടെന്നാൽ ആത്മനിറവിൽ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ ഫലത്തിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടാകും. ദീർഘക്ഷമയെന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവർക്ക് വരാൻ കഴിയും. അങ്ങനെ ഇല്ല, അതുണ്ടാകത്തില്ല എന്ന് കരുതി ജീവിച്ചാൽ ഒരിക്കലും അത് ലഭിക്കത്തില്ല. എന്നാൽ അങ്ങനെയല്ല, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണല്ലോ, അത് എനിക്ക് അനുഭവിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി ദൈവസന്നിധിയിൽ വരികയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും സമർപ്പണത്തെ പുതുക്കുകയും ഒക്കെ ചെയ്താൽ ഈ ജീവിതാനുഭവം നമുക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത. അപ്പോൾ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് ചില ഘടകങ്ങളുണ്ട്. എഴുതിക്കോ, ദീർഘക്ഷമ എന്നെഴുതിയിട്ട് അതിനകത്തെ ഘടകങ്ങൾ 3. ഒന്ന്, സഹിഷ്ണുത. ദീർഘക്ഷമയ്ക്കകത്തുള്ള ഒരു കാര്യമാണ് സഹിഷ്ണുത. സഹിഷ്ണുതയുള്ളവന് മാത്രമേ ദീർഘക്ഷമയിലേക്ക് പോകാൻ കഴിയുള്ളൂ. സഹിഷ്ണുത, എൻഡ്യൂറൻസ്. 2, ക്ഷമ. 3, കോപത്തെ നിയന്ത്രിക്കുന്ന ജീവിത രീതി. സ്ലോ ടു ആങ്കർ, കോപത്തെ നിയന്ത്രിക്കുന്ന ജീവിത രീതി. 3, നിരാശകളെ ജയിക്കുക, ഡെസ്പയർ. നാലാമത്തെ ഡെസ്പയർ, ഓവർകമ്മിങ് ദ ഡെസ്പയർ.
നിരാശകളെ അതിജീവിക്കും. ഇതാ അതിനകത്തെ ഘടകങ്ങളാണ്. ദീർഘക്ഷമ അപ്പച്ചന് മനസ്സിലായോ? ഒന്നാമത് പറഞ്ഞ എന്താണ്? സഹിഷ്ണുത. 2 ക്ഷമ. 3 കോപത്തെ നിയന്ത്രിക്കും. 4 നിരാശയെ അതിജീവിക്കുന്നു. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ്. നമ്മുടെ പ്രാണനെ നേടാൻ, പ്രാണനെ സൂക്ഷിക്കാൻ, പ്രാണന് കോട്ടം വരാതെ നിലനിർത്താനൊക്കെ ഈ സ്വഭാവം ഒരുപാട് നമ്മളെ സഹായിക്കും അല്ലേ? മുൻകോപവും കോപവും ഒക്കെ കൂടുതൽ നമ്മെ അപകടത്തിലേക്ക് നടത്തുമ്പോൾ ദീർഘക്ഷമ നമ്മെ തന്നെ ജയിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ സഹിഷ്ണുത. ഇന്നലെ ഞാനും അതിനുശേഷം ദൈവത്തിൻ്റെ ദാസനും ആ പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ്റെ എഴുത്തിനെക്കുറിച്ച് പറഞ്ഞു. ബോൺഹോഫറിൻ്റെ സ്വയം ത്യജിക്കുക, ക്രൂശ് എടുക്കുക, അനുഗമിക്കുക. സെൽഫ് ഡിനയൽ, ടേക്ക് അപ്പ് ക്രോസ് ആൻഡ് ഫോളോ ഹിം. അപ്പോൾ സ്വയം ത്യജിക്കാത്ത ഒരു വ്യക്തിക്ക് ഇന്നലെ നമ്മൾ പഠിച്ചു ക്രൂശ് ഭാരമാണ്, അത് വഹിക്കാൻ കഴിയത്തില്ല. അസഹിഷ്ണുതയും ക്ഷമയില്ലായ്മയും കൊണ്ട് അത് ജീവിതത്തിൽ നിന്ന് ദൂരേക്ക് മാറ്റാനായിട്ട് ആൾ പ്രലോഭിപ്പിക്കപ്പെടും. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടിയുണ്ട്. നീക്കും. എങ്ങനെയാണ്? അത് കുടിക്കുന്നത് വഴിയാണ് നീക്കുന്നത്. കർത്താവിനോട് പറയുന്നു നീക്കാം. പക്ഷേ ആ സമയത്ത് കർത്താവ് ചിന്തിക്കുന്നത് പോലെ നീക്കുന്നില്ല. ആ അനുഭവത്തിലൂടെ പോയി സകല മനുഷ്യരുടെയും രക്ഷകനായി മാറി സകലത്തിന്മേൽ അധികാരമുള്ളവനായി ഈ ഭൂലോകത്തിൽ, ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിൽ ഒക്കെ അതിൻ്റെ നാഥനായി ഇതിൻ്റെ വരവിൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുകയും നിലനിർത്തേണ്ടതിനെ നിലനിർത്തി ആവശ്യമില്ലാത്തതിനെല്ലാം തകർക്കാൻ പറ്റിയ അധികാരത്തോട് ഉയരാൻ ഇത് കുടിക്കണം, ഇതുവഴി പോകണം. അങ്ങനെ കർത്താവ് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സൊക്കെ നമ്മളിരുന്ന് ഇവിടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് മറ്റെന്തെങ്കിലും പ്ലാൻ കാണുമായിരിക്കാം, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു അവസരം ക്രിസ്തുവിലൂടെ ഉണ്ടാകത്തില്ല. അപ്പോൾ സഹിഷ്ണുത ദൈവത്തിൻ്റെയും, അതായത് നമ്മുടെ കർത്താവിൻ്റെ ആ ഇൻകാർണേഷൻ്റെ ഭാഗമായി കർത്താവിൻ്റെ സകല പ്രവൃത്തിയിലും അത് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ റെഫറൻസ് അതിനോടുള്ള ബന്ധത്തിൽ നമുക്കിനിയും പരിശോധിക്കാം. എഫേസ്യ ലേഖനം 4:2 വായിച്ചേ. എഫേസ്യ ലേഖനം 4:2. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും സൗമ്യത ദീർഘക്ഷമയോടും കൂടെ നടക്കണം. നിർത്ത്. പൂർണ്ണ വിനയം, പിന്നെന്താ? സൗമ്യതയും. സൗമ്യത ഒരു ഭാഗമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, അത് ആ ഭാഗത്ത് പറയാം. സൗമ്യതയും പിന്നെന്താ? ദീർഘക്ഷമയോടും. അപ്പം ദീർഘക്ഷമയുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ മറ്റ് 2 യോഗ്യതയായിട്ട് പറയുന്നത് പൂർണ്ണ വിനയവും സൗമ്യതയും. പൂർണ്ണ വിനയം, വിനയത്തിൻ്റെ അഭിനയമല്ല, പൂർണ്ണ വിനയം. വിനയമുണ്ടെന്ന് 100 തവണ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിനയമല്ല, പൂർണ്ണ വിനയം. ചില ആളുകൾ അഭിനയത്തിൽ ഭയങ്കര മികവാണ്. ചിലർ ദൈവസന്നിധിയിൽ നിന്ന് കരയുന്ന കാണാം, കണ്ണുനീരില്ല, വാ മാത്രം അങ്ങനെ ചലിക്കുന്നുണ്ട്. ഞാൻ ആളുകളോട് പറയാം, അങ്ങനെ കരയണ്ട. കണ്ണുനീരുണ്ടെങ്കിൽ കരയല്ല, ചുമ്മാ ഇങ്ങനെ ചെറിയെല്ലാം കൂടെ കൂട്ടി മാറ്റി അഭിനയിക്കുന്നതിൻ്റെ കാര്യം എന്താ?
അപ്പോൾ അഭിനയത്തിലൂടെ എന്തൊക്കെയോ ആണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഒരിക്കലൊരു കഥയാണ്. ഒരു യൗവനക്കാരന് നല്ല വിദ്യാഭ്യാസം, കഥയാണ്. അതുകൊണ്ട് എവിടെ നടന്നതാ എങ്ങനത്തെയാണെന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യങ്ങളൊന്നുമില്ല. അപ്പം നല്ല വിദ്യാഭ്യാസം, ചിലരൊക്കെ അങ്ങനെ യോഗം കഴിയുമ്പോൾ അങ്ങോട്ട് മാറി. പക്ഷെ ആ കഥയ്ക്കകത്ത് ആ സംഭവം എവിടുത്തെയായിരുന്നു, വേറെ ഒന്നും കേൾക്കത്തില്ല. ഞാനായിരുന്നോ? അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങളാ. അപ്പോൾ നല്ല വിദ്യാഭ്യാസം, ജോലിയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു പരസ്യം കണ്ടു. കാഴ്ച ബംഗ്ലാവിൽ ജോലിക്കെടുക്കുന്നു, അവിടുത്തെ മൂത്ത കുരങ്ങൻ ചത്തു, അതുകൊണ്ട് കുരങ്ങൻ്റെ സ്ഥാനം ഒന്ന് അഭിനയിക്കണം. ഫൈബർ ഡോളുണ്ട് കുരങ്ങൻ്റെ, അതിൽ കയറിയിരുന്ന് ഒന്ന് അഭിനയിച്ച് കളിച്ച് കാണിച്ചാൽ മതി. പുള്ളിക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് ഏറ്റെടുത്തു. കളി തുടങ്ങി, പഴം തിന്നാൻ തുടങ്ങി, ആൾക്കാരെയൊക്കെ കളിച്ച് കാണിക്കുന്നു. ഒരു ദിവസം കാല് വഴുതി സിംഹക്കൂട്ടിലങ്ങ് വീണുപോയി. പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുമ്പോൾ സിംഹം ഇദ്ദേഹത്തോട് പറയാ, പേടിക്കണ്ട, നിന്നെ പോലൊരുത്തനാ ഞാനും വന്നു. രണ്ടുപേരും ഇവിടെ ഇരിക്കുക, ഓരോ ബൊമ്മയ്ക്കകത്ത് കയറി ആ രൂപത്തിൻ്റെ പ്രകൃതി അഭിനയിച്ച് കാണിക്കുക. യാഥാർത്ഥ്യത്തിൽ ഇവർ രണ്ടുപേരും അതല്ല. ഇങ്ങനെ അഭിനയിച്ച് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല, ആത്മീയ ജീവിതം പറ്റത്തില്ല. ചിലയിടത്തൊക്കെ ശരിയാകും, ചിലയിടത്ത് തകരും. വിനയവും സൗമ്യതയൊന്നും അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അനുഭവിച്ചു മനസ്സിലാക്കാനും അനുഭവത്തിലൂടെ ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനും ഉള്ളതാണ് വിനയവും സൗമ്യതയും. അതിനൊക്കെ ആവശ്യം ദീർഘക്ഷമയുള്ള ജീവിതമാണ്. ക്ഷമയും ദീർഘക്ഷമയും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ദീർഘക്ഷമ എനിക്കില്ല, എനിക്ക് ക്ഷമയുണ്ട് കുറേയൊക്കെ. ഈ മകൻ എന്നോട് വന്ന് ചോദിക്കുകയാണ്, അങ്കിളെ ഈ വെള്ളം കുടിക്കുന്നില്ലേ? അപ്പം ഞാൻ പറയും, ഇല്ല മോനെ, ഇപ്പം കുടിക്കുന്നില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അവൻ വന്ന്, അങ്കിളെ വെള്ളം കുടിക്കുന്നില്ലയോ? കുടിക്കുന്നില്ല. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വന്ന്, അങ്കിളെ ഈ വെള്ളം കുടിക്കുന്നില്ലേ? അപ്പം ഞാൻ കുടിക്കുന്നില്ല. അപ്പം ഞാൻ മാറി തുടങ്ങി. പിന്നെയും വന്ന് എന്നോട്, അങ്കിളെ ഈ വെള്ളം കുടിക്കുന്നില്ല. നിന്നോടല്ലേ ഇവിടെ പറഞ്ഞേ കുടിക്കുന്നില്ലെന്ന്? മാറാൻ തുടങ്ങി. അപ്പോൾ ഒരു 5-6 തവണ ഒരേ കാര്യത്തിൽ എന്നെ ഒരുവൻ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ എൻ്റെ ടോണുകൾ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് അങ്ങനെ മാറുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണത്തില്ലല്ലോ അല്ലേ. നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനകളാ, ചില ദുരുപദേശമാണ് ചിലരുടെ പ്രാർത്ഥന തന്നെ. ശരിക്കും പഠിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവിനോട് പറയാം. കർത്താവ് എനിക്കില്ല, അവനുണ്ട്, അവക്കുണ്ട്, ഞാൻ മാത്രം ഗതി പിടിക്കുന്നില്ല. കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നില്ല, ദൈവത്തോട് അങ്ങ് പറയുക, ഞാൻ മാത്രം ഗതി പിടിക്കുന്നില്ല, ബാക്കി എല്ലാവരും ഗതി പിടിച്ചു, എന്നെപ്പോലെ പോയവരെല്ലാം ഉന്നത നിലയിലെത്തി, എനിക്കെങ്ങും എത്താൻ കഴിയാതെ ഞാനൊരു ബാധയായി നടക്കുന്നു. ഇതൊക്കെ അങ്ങ് പറയുക കർത്താവിനോട്. ഇതെല്ലാം കർത്താവിൻ്റെ കുഴപ്പമാണെന്നാണോ വിചാരിക്കുന്നത്? അപ്പുറകെ ഒരു സഹോദരി കുടഞ്ഞു കിടന്ന് ചിരിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ കുഴപ്പമാണോ? വിളിച്ച വിളി ശരിയാകാത്തത് കൊണ്ടാണോ? ആ ദൈവം വിളിച്ചു, പകുതിയെ കേട്ടുള്ളൂ, അതുകൊണ്ടാണോ? അതോ വിളിച്ച ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണോ? അതൊന്നുമല്ല, ശരിയാകുന്നില്ല. ലക്ഷ്യങ്ങൾ ശരിയാകുന്നില്ല, ഉദ്ദേശം ശരിയാകുന്നില്ല, തീരുമാനങ്ങളും ശരിയാകുന്നില്ല, തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം. ഒരു നിയന്ത്രണവും ദൈവത്തിനെയും അനുവദിക്കുന്നില്ല, മനുഷ്യരെയും അനുവദിക്കുന്നില്ല, സമൂഹത്തെ അനുവദിക്കുന്നില്ല, ചർച്ച എന്ന് പറയുന്ന വിശുദ്ധ കൂട്ടായ്മയെ അനുവദിക്കുന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ക്ഷമയൊന്നുമില്ല, ദീർഘക്ഷമയില്ല, സഹിഷ്ണുതയില്ല. പിന്നെ ആ ആള് വികലമായ വ്യക്തിത്വത്തിന്മേൽ വികലതകൾ ധരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അഭിനയങ്ങൾ നമ്മളെ എങ്ങും എത്തിക്കത്തില്ല. നമ്മുടെ കർത്താവ് പറയാണ്, അന്തസ്സുള്ള സംസാരം എങ്ങനെ? യെസ് ഓർ നോ, അതിനപ്പുറത്തൊരു സംസാര ശൈലിയില്ല. അതിലധികമായത് ആരിൽ നിന്നും വരുന്നു? ദുഷ്ടനിൽ നിന്നും വരുന്നെന്ന് യേശു പഠിപ്പിച്ചു. അതും ശരി ഇതും ശരി എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രവണത അല്ല. അപ്പോൾ അവിടെ പറയുന്നത് പൂർണ്ണ വിനയവും സൗമ്യതയും.
അതിനോട് ചേർത്ത് നിർത്തി പറഞ്ഞിരിക്കുന്നു, ദീർഘക്ഷമയോടും കൂടെ നടക്കുക. ബോൺഹോഫർ വീണ്ടും പറയുകയാണ്, ഒരുവനെ ക്രിസ്തു വിളിച്ചാൽ കടന്നു വന്ന് അവനോടുകൂടി മരിച്ച് ജീവിക്കാനാണ് വിളിക്കുന്നത്. അങ്ങനെ കാണാൻ ഒരു വിളി നമ്മൾ ഉൾക്കൊള്ളൂ? നമ്മളെ വിളിച്ചത് ഫ്ലാറ്റ് തരാനാണ് നമ്മുടെ ചിന്ത. നമ്മളെ വിളിച്ചത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ, ചിലർ അപ്പച്ചൻ്റെ ചെക്ക് കൊടുത്തു, റെയിൻ കോട്ട് മേടിക്കാൻ കാശ് കൊടുത്തു, എന്നല്ലാവാ യേശുവിൻ്റെ ജോലി. എന്നാൽ അദ്ദേഹം പറയുന്നത്, ഒരുവനെ ക്രിസ്തു വിളിക്കുന്നത് തന്നോടൊപ്പം കടന്നു വന്ന് മരിച്ച് ജീവിക്കാനാണ്. റോമാലേഖനം 6-ാം അധ്യായം ഈ പൗലോസ് അപ്പോസ്തലൻ്റെ വിശദീകരണമുണ്ട്. ആ പ്രോസസ്സ് എവിടെയൊക്കെ കൂടാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ആ പ്രോസസ്സ് അപ്പോസ്തലൻ്റെ 6-ാം അധ്യായത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാൻറ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയും. നോക്കൂ, അങ്ങനെയൊക്കെ ഒരു വിളിയാണോ നമ്മൾ സ്വീകരിച്ചേക്കുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിനി ഒരുപാട് സമയം മുന്നിലുണ്ട് ഈ വിളിക്ക് അർത്ഥവും മാന്യതയുമുള്ള ജീവിതം നയിക്കാൻ. ഒത്തിരിയുണ്ട് സമയം. ഞങ്ങളുടെ കാലം പോലെ അല്ല നിങ്ങൾ വളർന്നു വരുന്ന കാലം. കുറച്ചുകൂടെ പരിഷ്കാരങ്ങളുള്ള, വേഗതയുള്ള ടെക്നോളജിയുടെ ലോകമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിൽ ഇരുന്ന് പുസ്തകം വായിച്ചു. ഒരൊറ്റ കുഞ്ഞു പോലും അങ്ങനെ വായിച്ചിട്ടില്ല, വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മൾ കണ്ടുവരുന്ന ലൈറ്റുകളൊക്കെ തന്നെ എത്രയോ മാറ്റങ്ങളായി. ഇനിയും എന്തൊക്കെ വരാൻ ഇരിക്കുന്നു, മാറ്റങ്ങളിലേക്ക് പോവും. അതാണ് ലോകം, അതാവശ്യമാണ്, അങ്ങനെ തന്നെ പോകണം. എല്ലാത്തിനെയും കയറി അങ്ങ് വെട്ടാനൊന്നും നിൽക്കരുത്. എല്ലാം തുടങ്ങുമ്പോൾ ആദ്യം വെട്ടാനായിട്ട് വരുന്നത് നമ്മളാണ്. അവസാനം ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നതും നമ്മൾ തന്നെ. ഇപ്പം നോക്കി, എത്ര ഇൻ്റർനെറ്റ് വഴി സൂം, അത് ഇത് എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം അത് 2 തിമോത്തിയോസ് 3:10 പെട്ടെന്ന് വായിച്ചു. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം. മതി. ഒരാളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഒരു വ്യക്തിയിലുള്ള കാര്യം. നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ യേശുവിനെ അനുസരിച്ചതിന് ശേഷം അയാളിലുള്ള കാര്യമാണ്. അപ്പോസ്തലൻ പറയാണ്, നീയോ എന്തൊക്കെയാ സഹോദരൻ? എൻ്റെ ഉപദേശം. ഒന്ന് ഉപദേശമുണ്ട്. നടപ്പ് നല്ലതാണ്. ഉദ്ദേശവും നല്ലതാണ്. വിശ്വാസവും ദീർഘക്ഷമ. അപ്പം നമുക്കിത്, നമ്മുടെ മനുഷ്യർക്കിത് പറ്റുമല്ലോ. അതൊരു മനുഷ്യനല്ലേ, നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനല്ലേ അത്? അതോ ദൂതനാണോ? അല്ലേ പാസ്റ്ററെ, ഒരു മനുഷ്യനല്ലേ, അപ്പോസ്തലനല്ലേ? എത്ര ചങ്കുറപ്പോട് കൂടിയാണ് പൗലോസ് പറയുന്നത്, നീയോ നടപ്പ്, ഉപദേശം, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത. കണ്ടോ, നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനിൽ നിലനിൽക്കുന്ന സ്വഭാവ ഗുണങ്ങൾ കണ്ടോ, എത്ര എണ്ണം ഉണ്ട് അദ്ദേഹം പറയുമ്പം? 7 എണ്ണം. ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത. ഇത് വേറൊരാള് നന്നാകുന്നതിന് വേണ്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ നിലയിൽ ആരോഗ്യകരമായി ആ വ്യക്തിയിൽ ഇതുണ്ട്. മനസ്സിലാവാതെ പറയുന്നെല്ലാം പിടിയിട്ടുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞ പോലെ വാക്കെല്ലാം ക്ലിയർ ആന്നേ. ഞാൻ പക്ക മധ്യ തിരുവിതാംകൂറുകാരനാ, ചെങ്ങന്നൂർക്കാരനാ. കല്യാണം കഴിച്ച തിരുവനന്തപുരത്ത് നിന്ന്, അതുകൊണ്ട് ഭാഷ ക്ലിയർ ആയെന്ന്. നോക്കൂ, ഇത് ജീവിച്ച് ഇതിപ്പം സ്ക്രീനെ കാണുക. അപ്പോസ്തലൻ ഇത് ജീവിച്ച് കാണിച്ചത്. ഇത് സ്ക്രീനെ കാണുന്നു, വായിക്കുന്നു, കൊള്ളാം, ഉച്ച കഴിഞ്ഞ് മറന്നു പോകുന്നു. ഇതല്ല, അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ട ദിവസം മുതൽ മരണം വരെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ വിചാരം ഇതൊന്നും പറ്റത്തില്ലെന്നാണ്.
അങ്ങനെ ഒരു ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് പറ്റത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാരും അങ്ങനെ ഒരു ധാരണയിൽ ജീവിച്ചു. കർത്താവ് അതെല്ലാം തിരുത്തി. ഇപ്പം ദീർഘക്ഷമ മനുഷ്യർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റും എന്ന് കാണിച്ചു തന്ന ഒരാൾ. ഇത് അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവം അതേ നിലയിലുള്ള ഒരു അഭിഷേകമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. അവൻ കറുത്തിരിക്കുന്നു, അതുകൊണ്ട് കറുത്ത അഭിഷേകം. അങ്ങനെയുണ്ടോ? ഇവൻ നീളം കുറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീളം കുറഞ്ഞ അഭിഷേകം. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇദ്ദേഹം കോടീശ്വരനാണ്, അതുകൊണ്ട് കോടീശ്വരനായ ഇദ്ദേഹത്തിന് പണത്തിൻ്റെ മൂല്യം കൂടിയൊരു അഭിഷേകം. നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ പറയും. ദൈവത്തിനൊന്നുമില്ല. അപ്പം അദ്ദേഹത്തെ നിറച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലും നമ്മെ നിറച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം കാണിച്ച ഈ യോഗ്യതകളെല്ലാം അടുത്ത ആളും കാണിക്കാൻ പറയുകയാണ്. ആരോടാ? തിമോത്തിയോസിനോട്. നിന്നെയും ഈ ദൈവരാജ്യം പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിലാണ്. ശ്രദ്ധിച്ചു പഠിച്ചോണം. ഈ ദൈവരാജ്യം പ്രതീക്ഷിക്കുന്നത് നിന്നെയും ഈ രീതിയിലാണ്. ഒരിക്കലും ഒരു മിഷൻ ബുക്ക് ചെയ്യാൻ വായിച്ചപ്പോൾ ഒരു മിഷണറി ട്രാക്റ്റ് കൊടുത്തു പോകും. അപ്പോൾ ഒരു ആളുടെ കയ്യിൽ ട്രാക്റ്റ് കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ആരാണെന്നറിയോ? ഉടനെ ആ മിഷണർ പറഞ്ഞു, നീ ആരാണെങ്കിലും ഒടുക്കത്തെ ദിവസത്തെ ന്യായവിധി ദിവസത്തിൽ പരിഗണിക്കപ്പെടത്തില്ലെന്ന്. മനസ്സിലായോ? കർത്താവ് ഒടുക്കത്തെ നാളിലെ ന്യായവിധി ദിവസത്തിൽ നീ ആരാണേലും എന്ത് ചെയ്യത്തില്ല, അവിടെ പരിഗണിക്കപ്പെടത്തില്ല. അപ്പം ഇങ്ങനെ ജീവിക്കാനായിട്ട് പറയുക തിമോത്തിയോസിനോട്. ഇങ്ങനെ ജീവിക്കാനായിട്ട് പറയുകയാണ് തീത്തോസിനോട്. ഇങ്ങനെ ജീവിക്കാനായിട്ട് പറയുകയാണ് കൊരിന്ത് സഭയിലെ വിശ്വാസികളോട്, എഫെസോസ് സഭയിലെ വിശ്വാസികളോട്, കൊലോസ്യ സഭയിലെ വിശ്വാസികളോട്. ഇങ്ങനെ ജീവിക്കാനായി ഈ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സഭയിലെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരോടും ദൈവാത്മാ ബുദ്ധി പറയുക. നോക്കൂ, ഉപദേശം ശരിയായിരിക്കണം. വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവ. ആ ദീർഘക്ഷമയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ്. അതിൽ നിന്നോ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ബാക്കി എല്ലാം നിൽക്കുക. അതില്ലെങ്കിൽ എല്ലാം പോയി. ഇനി ഒരു ഭാഗത്തേക്കൂടെ വരാം. എബ്രായർ 12:1-2 ഇന്നലെ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് സാക്ഷികളുടെ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സാക്ഷികളുടെ വലിയൊരു സമൂഹം. അവരെവിടാ? നമുക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പം ആ സാക്ഷികൾ, ഈ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ വിറ്റ്നസ്, സാക്ഷ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരു വലിയ ദൈവശാസ്ത്രപരമായ പഠനമാണ്. യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, യോഹന്നാൻ സ്നാപകൻ. പിന്നെ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് കാര്യമായി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികളുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്തവരോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ സാക്ഷികൾ എന്ന് പറയുന്നവർ ദീർഘക്ഷമയുള്ളവരൊക്കെ തന്നെ. കാര്യം, അവരുടെ ജീവിതത്തിൽ നിന്ന് രണ്ട് തരം സാക്ഷികളുണ്ട്. ഒന്ന്, ഗുണപാഠങ്ങൾ പഠിക്കാൻ പര്യാപ്തമായി ജീവിച്ച് ജയിച്ചു പോയവർ. രണ്ട്, വേറൊരു കൂട്ടരുണ്ട്, അവരെ നോക്കി നമുക്ക് ഗുണപാഠം പഠിക്കാം, അവരെ പോലെ ജീവിക്കാതിരിക്കാൻ. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ വേറൊരാൾ ഇങ്ങനെ ജീവിക്കാൻ പറയുമോ? അമ്മച്ചി? ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ പറയുകയാണ്, ജോസിയോട് പറയുക, എന്നെ പോലെ അങ്ങ് ജീവിച്ചോണേ.
എന്ന് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ജോസി ജീവിച്ചിട്ട് ജോസി വേറൊരാളോട് പറയാം എന്നെ പോലെ അങ്ങ് ജീവിച്ചു. പലപ്പോഴും അത് പറ്റുന്നുണ്ടോ? പക്ഷെ പൗലോസ് അവിടെയും പറഞ്ഞു എൻ്റെ അനുകാരികൾ ആയിരിപ്പിൻ, എൻ്റെ ജീവിത രീതി നോക്കാൻ പറഞ്ഞു. അപ്പം 2 തരത്തിലുള്ള സാക്ഷികൾ. ഒന്ന്, നമുക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന സാക്ഷികൾ. 2, അവരെ പോലെ ആകാതിരിക്കാൻ അവരുടെ ജീവിതം ഒരു വാണിംഗ് ആയിട്ട് നമ്മൾ എടുക്കുക. നിങ്ങളാരേലും യൂദ ഇസ്കരിയോത്താവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളെ? അപ്പം ആ വ്യക്തി ആരാ? വാണിംഗാണ്. നിങ്ങളാരേലും പ്രാർത്ഥിക്കുന്നു എന്നെ കയ്യിനെ പോലാക്കണമെന്ന്? ആരെങ്കിലും പ്രാർത്ഥിക്കുന്നിരുന്നു? ആ വ്യക്തി വാണിംഗാണ്. നിങ്ങളാരേലും പ്രാർത്ഥിക്കുന്നു എന്നെ ബിലയാമിനെ പോലാക്കണം? ബിലയാമാരാ? കൂലി കൊതിച്ച് പോയ ഒരു പ്രവാചകനാ, നശിച്ചു പോയൊരു മനുഷ്യനാണ്. അതുപോലെ ആക്കണേ എന്നാരെങ്കിലും പ്രാർത്ഥിക്കുന്നു? വാണിങ്സ്. എന്നാൽ ഈ പറഞ്ഞ ഫിഗേഴ്സ്, ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് മുമ്പിലുണ്ട്. അവർ വാണിങ്സ്. അവരെ പോലെ ആകാതിരിക്കാൻ അവരുടെ തെറ്റുകൾ കണ്ടെത്തി ഇത് എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ അവർ വാണിംഗ് ആയിട്ട് നിൽക്കും. എന്നാൽ വേറെ എത്രയോ ആളുകൾ 1-ാം നൂറ്റാണ്ട് മുതൽ നാളിതുവരെയുമുള്ള ചരിത്രങ്ങൾ പഠിച്ചാൽ എത്രയോ മിഷണറിമാർ, എത്രയോ ദൈവവേലക്കാർ, അപ്പോസ്തലന്മാർ തുടങ്ങി യേശു ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ജീവിതം മാതൃകയോടെ സമൂഹത്തിന് നൽകിയ ആളുകൾ. അവർക്ക് ചില ഗുണങ്ങളുണ്ട് ആ സാക്ഷികൾക്ക്. ആ നല്ല സാക്ഷികളെക്കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, അവർ തങ്ങളെക്കാൾ അധികം ദൈവത്തെ സ്നേഹിച്ചവരാണ്. ദൈവത്തെ അവർ പൂർണ്ണമായും സ്നേഹിച്ചു. 2, നിയോഗം പ്രാപിച്ചവരായിരുന്നവർ. എന്ത് ചെയ്യണമെന്നറിയാതെ കറങ്ങിയടിച്ച് നടന്നവരല്ല. ഞങ്ങൾ പണ്ട് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ചില ആളുകൾക്കൊന്നും ഒരു ധാരണയില്ല ഇനി എന്തോ ചെയ്യണമെന്ന്. പക്ഷേ പഠിച്ച് A+ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ധാരണയുമില്ല എന്തോ ചെയ്യണമെന്ന്. എന്നാൽ ചില ആളുകൾ ആ ഒരു നിയോഗത്തോടു കൂടിയാണ് വരുന്നതും പഠിക്കുന്നതും അവിടെ നിന്ന് പോകുന്നതും. എന്നാൽ ചില വ്യക്തികൾക്ക് ആ കോളേജ് പഠനത്തിൽ നിയോഗം ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളൊക്കെ കുരുത്തക്കേടൊക്കെയാ, എങ്കിലും ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനിടയ്ക്ക് അവരാരാകും? പക്വതയുള്ള ദൈവദാസന്മാരായിട്ടൊക്കെ മാറും. ഞാൻ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു. അവിടെ ഒരുപാട് പ്രെയർ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനൊരു മാവിൻ്റെ കീഴിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, 2 കൈയും വിരിച്ചിങ്ങനെ പ്രാർത്ഥിക്കുക. എൻ്റെ കയ്യിലോട്ടൊരു മാങ്ങ. അവൻ മേളിൽ ഇരുന്നവൻ പറയുക ദൈവമല്ല തന്ന ഞാനാന്ന്. അവൻ മേളിൽ ഇരുന്ന് തിന്നോണ്ടിരിക്കുക. ഒരെണ്ണം എടുത്ത് കൈ കിട്ടുക. ഇന്ന് അദ്ദേഹം ഒരു നല്ല സുവിശേഷകനാണ്. ഞാൻ അന്തിച്ചിങ്ങനെ നിൽക്കുക, പ്രാർത്ഥിച്ചോണ്ടിരുമ്പോൾ കൈ മാങ്ങ. അപ്പം ഞാൻ മേളോട്ട് നോക്കുന്നില്ല. നിങ്ങളാണ് മേളോട്ട് നോക്കാതെ എഴുന്നേറ്റ് പോയി സാക്ഷ്യം പറഞ്ഞേനെ. പിറ്റേ ഞായറാഴ്ച എനിക്ക് കർത്താവ് മാങ്ങാതാന്നൊന്നും പറഞ്ഞു. പല സാക്ഷ്യം അങ്ങനെയൊക്കെയാ. ഞാനിങ്ങനെ ഇത് വെച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ഈ മേളോട്ടൊക്കെ മേളിൽ നിന്നൊരു ശബ്ദം, ഞാനാ മകനേന്ന്. അവനിട്ട് തന്നാ. അദ്ദേഹം ഇന്നൊരു വലിയ സുവിശേഷകനാ. നല്ലൊരു മനുഷ്യത്വത്തിനുടമയായിരുന്നു കേട്ടോ ആ പയ്യൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ ചുമ്മാ ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്? കാഴ്ച പ്രകാരം നീ ആരെയും വിധിക്കരുത്. അപ്പോൾ ധാരണകളില്ലാതെ പോകുന്നവരുമുണ്ട്, ഒരു നിയോഗവും ഇല്ലാതെ നടക്കുന്നവരുമുണ്ട്. പക്ഷെ ഇവിടെ ഈ സാക്ഷികളെല്ലാം നിയോഗം പ്രാപിച്ച ആളുകളാണ്. പിന്നെ അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഭയവും ഇല്ലാത്തവരായിരുന്നു. അവർ വാക്കുകൾ കൊണ്ട് കർത്താവിനെ ഉയർത്തി, ജീവിതം കൊണ്ട് ഉയർത്തി, അവർ കർത്താവ് പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പാക്കാനായിട്ട് ജീവിതത്തിൽ നിലനിന്നു. ഒരു പേടി അവർക്കൊന്നിനുമില്ലായിരുന്നു. വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും എല്ലാം അവരാരായി? എഫക്റ്റീവായിട്ടുള്ള സാക്ഷികളായി മാറി. അവർ നമുക്ക് ചുറ്റും നിൽക്കുന്നു. അവരെന്തിനാ അങ്ങനെ നിർത്തിയേക്കുന്നത്? ലേൺ ദ ലെസൺസ്. അവരെ നോക്കി ലെസൺസ്, ഗുണപാഠങ്ങൾ പഠിക്കണം. വേറൊരു കൂട്ടരെ കുറിച്ച് ഞാൻ പറഞ്ഞു, അവരും സാക്ഷിയാണ്.
അവർ വാണിങ്സാണ് അങ്ങനെ പോകാതിരിക്കാൻ. ഇവരോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിൽക്കുക. എല്ലാവരും ഒറ്റ ഗ്രൂപ്പിനെ ചിന്തിക്കത്തുള്ളൂ. ഇത് 2 ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞേ? നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ഭാരവും സകല ഭാരവും മുറുകെ പറ്റിപ്പിടിക്കുന്ന പാപവും. ദീർഘക്ഷമയോടെ ജീവിക്കണമെങ്കിൽ ഇത് 2നെയും നമ്മൾ ജയിക്കണം. ഇത് 2ഉം ജയിക്കും തോറും ക്ഷമ കൂടിക്കൊണ്ടിരിക്കും. അതിലെ ഭാരം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിൻ്റെ അർത്ഥം ഇന്നലെ ഞാൻ ജോയി പാഷ അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. മൂലപദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബെൻറ്റെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിശദീകരണത്തിലൂടെ മനസ്സിലാക്കി തരാം. എനിക്ക് തലയിൽ വെച്ചോട്ട് പോകാൻ പറ്റുന്നൊരു ഭാരം ഉണ്ടല്ലോ, അതിനപ്പുറം ഭാരം എൻ്റെ തലയിൽ കയറിയാൽ ഞാൻ ബെൻഡാവും. ചില വീണു പോവും, വളഞ്ഞു പോകും, ആന്തരിക യോഗങ്ങളിലൂടെ പോവും. നിങ്ങളെല്ലാം കൂടെ പാസ്റ്ററെ കണ്ട് സുൽ പാസ്റ്ററെ കൊള്ളാം, സന്തോഷം. 200 കിലോ അരി എടുത്ത് തലയിൽ വെച്ച് തരുക, ഇറക്കം ഇറങ്ങിക്കോളാൻ, പിന്നെ എന്നെ കാണത്തില്ല. ഈ ഇറക്കം ഇറങ്ങിക്കൊള്ളാൻ 200 കിലോ അരിയും കൊണ്ട്, അല്ല കയറി വരാൻ. കാണുമോ? ചിരിക്കണ്ട, നിങ്ങളും കാണത്തില്ല. ചിരി കണ്ടാൽ ഞാൻ മണ്ടനാണെന്ന് തോന്നുന്നു. കാര്യം പറ്റത്തില്ല. ബെൻഡാകുക, വീഴുക, ആന്തരിക അവയവങ്ങളും തകരുക, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പം ഇവിടെ പറയണ വെയിറ്റ്, ഭാരം. ജീവിതത്തിൽ ഭാരങ്ങൾ വരുന്ന പല രീതിയിലാണ്. അതിലൊന്നാണ് റോങ് ഡിസിഷൻസ്, തെറ്റായ തീരുമാനങ്ങൾ. തീരുമാനം ശരിയല്ലെങ്കിൽ ഉപവസിച്ച് കുഴയും ചിലർ. എന്നാലും മറുപടി ഒന്നും വരത്തില്ല. കാരണം എന്താണെന്നറിയോ? ഇത് കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണ്. തെറ്റായ ഡിസിഷൻസ്, റോങ് ഡിസിഷൻസ്. അതുപോലെ തന്നെ സ്വാർത്ഥത. ഭാരത്തിൻ്റെ മറ്റൊരു കാര്യം സ്വാർത്ഥത, സ്വാർത്ഥമോഹങ്ങൾ, സെൽഫിഷ്നെസ്, സ്വാർത്ഥത. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് വഴിയും സ്വാർത്ഥമായ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആത്മീക ജീവിതത്തെ കാണുമ്പോഴും ഭാരമാണ് കൂടുതലും. കാരണം ഉദ്ദേശിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കാതിരിക്കും. ഇതെല്ലാം അങ്ങ് ഭാരമാകും ലാസ്റ്റ്. പിന്നെ ആകുലതകൾ. കർത്താവ് പറയാണ്, ആകാശത്തിലെ പറവുകൾ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അതുകൊണ്ട് നാളെ മുതൽ ഒരു ജോലിയും ചെയ്യാൻ നടക്കാം എന്നല്ല യേശു പറഞ്ഞു വെച്ചത്. നിരുത്തരവാദപരമായ ജീവിതം അതുകൊണ്ട് നയിച്ചോ എന്നല്ല ഈ പറഞ്ഞ തിരുവചനത്തിൻ്റെ അർത്ഥം. പക്ഷേ സ്വർഗസ്ഥനായ പിതാവ് പുലർത്തുന്നു അവകളെ. പക്ഷേ അവകളെല്ലാം അത് കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രയത്നം ഉണ്ടല്ലേ. നോക്കൂ, പറവുകളൊക്കെ രാവിലെ പോയി, ഞാൻ വളരെ ക്ലിയറായിട്ട് വാച്ച്. എവിടേക്കോ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്, അവിടെയൊക്കെ ചെല്ലുക. അപ്പോൾ 2-3 കാക്ക വന്ന് നിങ്ങളുടെ പുരയിടത്ത് ഇരിക്കുന്നു, എന്തൊക്കെയോ കൊത്തിപ്പറിച്ച് തിന്നുന്നു, നിങ്ങൾ തിന്നത്തില്ലല്ലോ. എന്നിട്ടും അതിനെ എറിഞ്ഞ് കാലൊടിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് സാക്ഷ്യം, ഞായറാഴ്ച ദൈവം വെളിപ്പെട്ടെന്ന് എനിക്ക്. ആ ദുഷ്ടതയും കാണിച്ചിട്ട് നോക്കൂ, അതെല്ലാം പോകുകയാണ്. അതുങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രയത്നമുണ്ടോ? ഉണ്ട്. പക്ഷേ ആകുലതയില്ല. ഇന്നലെ പറഞ്ഞല്ലോ, ഒരു ധനവാനായ ഒരു മനുഷ്യനെക്കുറിച്ച്. പുരയിടമൊക്കെ നന്നായി വിളഞ്ഞു, എല്ലാം കൂട്ടിയും വെച്ചു, എന്നാലും ടെൻഷനാ. അടുത്ത വർഷവും ഇതിനേക്കാൾ കൂട്ടണ്ടേ? ഈ ടെൻഷനല്ലേ. വേറൊരു കഥ ഞാൻ പറഞ്ഞല്ലോ, 1 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിവുകളെല്ലാം നശിപ്പിച്ചത്. ടെൻഷനല്ലേ. അടുത്ത വർഷം എന്ത് ചെയ്യണം? ഇതിനേക്കാൾ കൂട്ടണ്ടേ? ആ ടെൻഷൻ ഇവിടെ ഇല്ല. നമുക്കും ആ ടെൻഷൻ മാറും കർത്താവിൻ്റെ കരുതലിൽ ഒതുങ്ങി ജീവിച്ചാൽ.
ദൈവത്തിൻ്റെ പ്രൊവിഷൻസിൽ ഒതുങ്ങി ജീവിച്ചാൽ എന്ത് മാറും? ഈ ടെൻഷൻ മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആകുലതകളെയും മാറ്റാൻ പറ. പിന്നെ മുറുകെ പറ്റിപ്പിടിക്കുക, അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുറുകെ പറ്റിപ്പിടിക്കുന്ന പാപം. പാപം എന്ന് പറയുന്ന മൂലപദത്തിന് 2 അർത്ഥങ്ങൾ ഒത്തിരി ഉണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട അർത്ഥം. ഒന്ന് ഹമാർട്ടിയ, മിസ്സിങ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക. 2 അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അൺറൈച്ചസ്നെസ്, സകല അനീതി. ലക്ഷ്യം തെറ്റിയുള്ള ജീവിതവും അനീതിയും ഏതാ? പാവമാണ്. ഇപ്പം എന്നെ കർത്താവ് സൃഷ്ടിച്ചു. അപ്പോൾ ആ സൃഷ്ടിപ്പിൻ്റെ ദൈവോദ്ദേശം എന്ന് പറയുന്നത് ഞാൻ സുവിശേഷകനാകണമെന്നുള്ളതായിരുന്നു. അതാണ് ജോയ് പാസ്റ്റർ എന്നെ എല്ലാം ദൈവം സൃഷ്ടിച്ചതിൻ്റെ പിന്നിലെ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താ? സുവിശേഷകരാകുക. സമയമായപ്പം വിളിച്ചു, നിയോഗം തന്നു, ഉത്തരവാദിത്വം നൽകി, അയച്ചു. നിയോഗം നൽകി, ഉത്തരവാദിത്വം നൽകി, അയച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഈ ജോയ് പാസ്റ്ററിൻ്റെ ഈ ലക്ഷ്യം തെറ്റുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഉദാഹരണം പറയാം. എന്നെ വിളിക്കുക, പാസ്റ്ററെ ഒരു 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് ഉണ്ട്, വരണേ. എന്തുകൊണ്ടാണ് വിളിച്ചേ? ഞാൻ സുവിശേഷകനായതുകൊണ്ടാണ്. അപ്പോൾ കോള് വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറയുകയാണ്, ഇല്ലല്ലോ പക്ഷേ ഞാൻ അവിടെ ഇല്ല, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ട് ഇപ്പം നിൽക്കുക. അപ്പം എൻ്റെ ലക്ഷ്യം എങ്ങനെ തെറ്റിയോ? എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിനകത്ത് വരാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ പറയണേ, ഞാനിപ്പോൾ വണ്ടിക്കച്ചവടത്തിന് നിൽക്കുക, അതിൻ്റെ കമ്മീഷൻ പറ്റിയിട്ട് വേണം നാളെ മുതൽ പഠിപ്പിക്കാം. ഇന്ന് പറ്റത്തില്ല, ഇന്ന് നല്ല കമ്മീഷൻ കിട്ടുന്ന ബിസിനസ്സാണ്. അതൊക്കെ നല്ലതാണ്, അത് അങ്ങനെയുള്ളവരൊക്കെ ചെയ്തോളണം. എന്നെ അതിനല്ല വിളിച്ചേക്കുന്നത്. അതൊക്കെ നല്ലതാ, സമർത്ഥന്മാർ അതൊക്കെ ചെയ്തു. എന്നെ അതിനല്ല വിളിച്ചത്. എന്നെ വിളിച്ചെന്തിനാ? സുവിശേഷം അറിയിക്കുകയാണ്. അപ്പം അതിനുള്ള ഒരു നിയോഗവുമായിട്ട് ഇദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ? നാളെ വരാം, ഇന്ന് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ശാമുവേലിനെ എപ്പോൾ വിളിച്ചാലും റെഡിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെട്ട ഒരു ദൈവഭൃത്യനായി മാറി. ആദ്യം മനസ്സിലായില്ലായിരുന്നു, പിന്നെ മനസ്സിലായ ദിവസം മുതൽ എപ്പോൾ വിളിച്ചാലും അവൈലബിലിറ്റി, അതൊരു പ്രധാനമാണ്. ദൈവം ഭാഗ്യമുണ്ട്. അപ്പം ലക്ഷ്യം തെറ്റാതിരിക്കുക. അൺറൈച്ചസ്നെസ്, അനീതി, കൂട്ടുകാരനെ ചതിക്കുക, വഞ്ചിക്കുക. നിങ്ങളൊരു വണ്ടി വിൽക്കുക, നിങ്ങൾക്ക് തന്നെ അറിയാം അത് ചകടമാണ്. പക്ഷെ നിങ്ങളത് വിൽക്കുമ്പോൾ പറയുന്ന മനോഹരമായ വാക്കുകൾ അല്ലേ? എത്ര മനോഹരമായ വാക്കുകൾ പറഞ്ഞാൽ അത് വിൽക്കുന്നത്. ആ ഉണ്ടാക്കിയ കമ്പനിക്കാരൻ പോലും പേടിച്ചു ഇത് പറയുന്നത് കേട്ടാ. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം അത് ചകടമാണ്, അനീതിയല്ലേ. എന്നിട്ട് വേറൊരുത്തൻ അതങ്ങോട്ട് കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉന്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ നടക്കുമ്പോഴും നമ്മൾ പറയും, എന്നെ മാനിച്ച ദൈവം. അപ്പം ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുക, പക്ഷെ അനീതി, ഒരുത്തനോടൊരു അനീതി കാണിച്ചിരിക്കുക. അത് പാവം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അപ്പം അങ്ങനെയുള്ള മുറുകെ പറ്റി പിടിക്കുന്ന ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറ്റിക്കളയാൻ പറ്റുന്നതല്ലല്ലോ. രസമുണ്ട് ഇതൊക്കെ, ഒരു രസവും ഒരു ലാഭമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് അങ്ങ് മാറ്റിക്കളയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവത്തിൽ മദ്യപാനമില്ല, നിങ്ങൾക്ക് പുകവലിയില്ല, നല്ല കാര്യം. പക്ഷെ കള്ളം പറയുന്നുണ്ടല്ലോ ഇടയ്ക്കൊക്കെ. ചിലത് രാവിലെ മുതലേ അങ്ങ് കള്ളമാണ്. ചിലർ പരീക്ഷയ്ക്ക്. ഒരിക്കൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു സിസ്റ്റർ, അവരുടെ കുടുംബമായിട്ട്
ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ അവരുണ്ട്. അവർ ഫോൺ ചെയ്യുക, എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോടൊക്കെ എവിടാ. അപ്പം ഞാൻ പറഞ്ഞ റെയിൽവേ ക്രോസിൻ്റെ അടുത്തുണ്ട്. സത്യസന്ധനെന്ന് മനസ്സിലായെന്ന്. ചില ആളുകളെ അങ്ങനെ വിളിച്ചു വെച്ചാൽ എവിടാ, വീട്ടിൽ ഇരിക്കുക എന്ന് പറയും. പക്ഷേ എവിടെ നിൽക്കുക. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിക്കും കേട്ടോ. ഉള്ളതുപോലെ അങ്ങ് പറയണം. പറയാൻ പറ്റിയ സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കാവും. അല്ലേ കുഴപ്പമുണ്ടാവും, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ. അല്ല കറങ്ങിപ്പോവും. അവർ പുറകെ നിന്നുകൊണ്ട് കണ്ടോണ്ടായിരിക്കും വിളിക്കുന്നത്. പറഞ്ഞ മനസ്സിലായേ? അപ്പം അനീതി അത് മുറുകെ പറ്റി പിടിച്ച് നിൽക്കുക, അല്ലേ? കള്ളം പറയുക, മുറുകെ പറ്റി പിടിച്ച് നിൽക്കുക. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റുന്നില്ല. ഉപവസിച്ചൊക്കെ നോക്കി, എന്നാലും ഇതിനൊരു രസമുണ്ട്. ഇടയ്ക്കങ്ങ് പറയുക. പിള്ളേരെ ആരാ പഠിപ്പിക്കുന്ന കള്ളം? വീട്ടിൽ നിന്ന് തന്നെ. കള്ളന്മാർ വന്ന് നമ്മുടെ പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നതല്ല. കള്ളന്മാരെന്നുള്ള പറയുന്നത് പ്രയോഗം തന്നെ തെറ്റാ. അവരാരും വന്ന് ട്രെയിൻ ചെയ്യുന്നതല്ല വീട്ടിലെ പിള്ളേരെ. വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുക. ഒരു സുപ്രസിദ്ധ മോഷ്ടാവ് വന്ന് ക്ലാസ് എടുത്തിട്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ കള്ളം ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് പഠിക്കല്ലേ. അങ്ങോട്ടൊരു സാധനമായിട്ട് പോയി ചോദിച്ചാൽ അതെന്തോ അമ്മേ? ഒന്നുമില്ല. അപ്പം എന്തോ കൊണ്ടുപോയേ? അവനങ്ങ് ജിജ്ഞാസയായി. അതെന്തോ കൊണ്ടുപോയതൊക്കെ പറഞ്ഞാൽ പറയും. അവനോട് പറയാൻ വയ്യാത്ത സാധനമായിട്ട് എന്തിനാ വീട്ടിനകത്തൂടെ പോകുന്നത്? അതൊക്കെ പറഞ്ഞാൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? അവനത് രണ്ടാമത് കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാക്കി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അത്യാവശ്യം കള്ളമൊക്കെ ഉണ്ട് കയ്യിൽ. അവിടെ നിന്ന് എന്നാൽ പിന്നെ എനിക്കും ആയിക്കൂടെ? അവനും നാളെ ഒരെണ്ണ സാധനം ഇങ്ങനെ ഒളിച്ചു കൊണ്ടുപോകും. എന്താ മോനെ? ഒന്നുമില്ല മമ്മി, അവനും പറഞ്ഞു. ഇതെവിടെയാണ് കോച്ചിങ് കിട്ടിയത്? സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയത്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയത്. ഇവിടെ ശ്രദ്ധിക്കണം, പിള്ളേരോട് സംസാരിക്കുമ്പം ക്ലിയർ ടോക്ക്, വ്യക്തമാക്കണം എന്താ പറയുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെ, ഇവന്മാരൊക്കെ വലിയ വില്ലന്മാരാണ്, അവരിങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കും. നല്ല പിള്ളേരാവന്മാർ, ബുദ്ധിയുള്ള പിള്ളേരാണ്. ചെകഞ്ഞ് കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കുമ്പം അവൻ നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട്. കണ്ടുപിടിക്കുമ്പം ലാസ്റ്റ് അവർ പഠിക്കുകയാണ് ഒരു സത്യം പറയുന്നതിനേക്കാൾ എളുപ്പം കള്ളം പറഞ്ഞ് കാര്യം അങ്ങ് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു കൊട്ടേഷൻ ഞാനൊരിക്കൽ ഇങ്ങനെ വായിച്ച്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്നത് സത്യം പറയുന്നവനെയാണ്. എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നന്മയുണ്ടാകുന്നതും സത്യം പറയുന്നവനിലൂടെ. ദൈവമക്കളെ, ആ മുറുകെ പറ്റി പിടിക്കുന്ന ഒരു പാവം പറഞ്ഞ് കള്ളത്തരങ്ങൾ, അനീതിയാണ്. അത് ഇന്ന് ആരെങ്കിലുമൊക്കെ അതിൽ എൻ്റർടൈൻ ചെയ്യുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു തീരുമാനമെടുത്തേ പോകാവൂ. ഒരു തീരുമാനമെടുത്തേ പോകും. കള്ളമൊക്കെ ചെയ്തിട്ട് നമ്മൾ പിടിച്ചാലും ചിലർ കള്ളം കൊണ്ട് നമ്മളെ കള്ളനാക്കും. അങ്ങനെയും സംഭവിക്കും. നമുക്ക് തെളിവ് സഹിതം പിടിച്ചങ്ങോട്ട് കൊടുത്താലും അവർ നിമിഷം നേരം കൊണ്ട് ഇത് തിരിച്ച് അതിനകത്ത് നമ്മൾ ഒരു പ്രതിയായി നിൽക്കും. അങ്ങനെ സമർത്ഥരുണ്ട്. അപ്പോൾ മുറുകെ പറ്റിപ്പിടിക്കുന്ന പാപവും എന്ത് ചെയ്യണമെന്നാ? ലാളിച്ചുകൊണ്ട് നടക്കണമെന്നല്ല, വിടണം. ദൈവം വന്നങ്ങ് കയ്യിൽ നിന്ന് എടുത്ത് കളയുമെന്നല്ല പറഞ്ഞത്, തന്നെത്താൻ ചെയ്യാനാണ് പറഞ്ഞത്. അല്ലേ? വാക്യത്തിൻ്റെ ഘടന എങ്ങനെയല്ലേ? നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഒരു വ്യക്തി ചെയ്യണ്ട കേട്ടോ. അതിനുള്ള എല്ലാ കഴിവും, ഇന്നലെ പോലെ ഞാൻ പറഞ്ഞില്ല, ഇതിനെല്ലാം ഉള്ള കഴിവ് എവിടെ ഉണ്ട്? നമ്മിലുണ്ട്. ജീവൻ വെപ്പിച്ചാൽ മതി. അല്ലേ? ഇന്നലെ ഈ ദൈവാസനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ്, ഇത്രയും കഴിവുള്ള സമ്പന്നനായ ഒരു മനുഷ്യനാണെന്ന് ഇന്നലെ അറിഞ്ഞത്. വിടണം. അതിന് 25 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാ? ചെയ്താൽ പോരെ. 21 ദിവസം ഇരുന്ന് ഉപവസിച്ചാലും വിടാൻ വയ്യ, വിടത്തില്ല. പക്ഷെ ഉപവസിച്ചങ്ങ് പ്രതീക്ഷിക്കുക ദൈവം വന്നിങ്ങനെ കുടഞ്ഞം കളയുമെന്ന്. അതൊന്നും ദൈവം ചെയ്യത്തില്ല. പറഞ്ഞേക്കുക വിട്ടോളാൻ. കയ്യീനോടും പറഞ്ഞതാ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം. ഇതാണ് ദൈവത്തിൻ്റെ പോളിസി. അതിനുള്ള കഴിവുണ്ടെന്നേ, അതുകൊണ്ടാണ് പറഞ്ഞത്.
നീയോ അതിനെ കീഴ്പ്പെടുത്തണം. അത് നിന്റെ വാതിൽക്കല. അതിൻ്റെ ആഗ്രഹം നിന്നോടാ. എന്തായിരുന്നു അതിൻ്റെ ആഗ്രഹം? അവസരം വന്നപ്പം കാണിച്ചു കൊടുത്ത അതിൻ്റെ ആഗ്രഹം എന്താണ്? വയലിൽ കൊണ്ടുപോയി സഹോദരനെ ഇല്ലാതാക്കി. ഇത്ര ഭയാനകമായ ഗൗരവമായ ഒരാഗ്രഹം അതിനുണ്ട് നിന്നോട്. നിന്നെ തകർക്കുന്ന, നിന്നെ ഒന്നുമല്ലാതാക്കുന്ന, നീ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിച്ച് കളയത്തക്ക രീതിയിൽ നിന്റെ മേൽവിലാസത്തെ നശിപ്പിക്കുന്ന ഒരാഗ്രഹം അതിനുണ്ട് നിന്നോട്. ഈ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വലിയ തിയോളജി ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. എന്തോ ഞാൻ പറയാനൊന്നും ഉദ്ദേശിക്കുന്നതല്ല, ഞാൻ വന്ന് നിന്നങ്ങ് പറയുക നിങ്ങളോട്. നിങ്ങളാരും അങ്ങനെ ചിന്തിക്കത്തില്ല. എങ്കിലും ഇന്നലെ ഒരു രാത്രി ഇവിടെ താമസിച്ചല്ലോ, മറ്റേ പുള്ളി ഈ പുള്ളിയും കൂടെ കുറേ സംസാരിച്ച് കാണും, അതുകൊണ്ട് പറയുകയാണോ എന്നൊന്നും ധരിക്കരുത്. മറ്റേ പുള്ളി നേരത്തെ കിടന്നുറങ്ങി. അങ്ങനെയുള്ള സംസാരമൊന്നുമില്ല, ഞാൻ കേൾക്കാറുമില്ല, പുള്ളി പറയാറുമില്ല. ഞാൻ എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ആ മേളിൽ നിന്ന് പഠിച്ചോണ്ട് ഇറങ്ങി വന്നതല്ല. ഒരു ധാരണയുണ്ട് എന്തൊക്കെ പറയണമെന്ന്. പക്ഷെ അതിനിടയിലേക്ക് വരികയാണ്. ദൈവം സംസാരിക്കുകയാണ്, കർത്താവ് ഇടപെടുകയാണ്. ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടിടത്ത് അപ്പോൾ കീഴ്പ്പെട്ടോണം. ദൈവം മാറ്റത്തിലേക്ക് നടത്തും. എത്ര വിനാശകരമായ ഒരാഗ്രഹമാണ്. നീ അതിനെ കീഴ്പ്പെടുത്താൻ പറഞ്ഞു, പെടുത്തിയില്ല. നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു അല്ലേ? പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഭയന്നുപോയി. സ്വന്തം കൂരയിൽ ഭയന്ന് ജീവിക്കുക. പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ശരി പൊക്കോളാൻ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട. പിന്നെ ദൈവം വലിയ മനസ്സിലുള്ളവനാ, ദീർഘക്ഷമയുള്ളവനാ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഒരു കരുണയും കാണിച്ച് വിട്ടോളാൻ പറഞ്ഞു. ഇപ്പം ഇതെല്ലാം വിടുക. ഇതെല്ലാം ദീർഘക്ഷമയിൽ ഇത് പലതും നടക്കും. ഇപ്പോഴും പറയത്തില്ലേ, ഞാൻ അന്ന് അവർ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരവസരം വരട്ടെ, ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ദീർഘക്ഷമയാണ്. വിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? നമുക്ക് മുമ്പിൽ ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുക. എൻ്റെ മകൻ സ്കൂളിൽ ഓടി, അവന് ഫസ്റ്റ് ഉണ്ട്. അവനെ എനിക്ക് തോന്നുന്നു 1 2 ഒക്കെ പഠിച്ചപ്പോൾ അവന് ഫസ്റ്റായി. പക്ഷേ ട്രാക്കിന് വെളിയിൽ കൂടെ ഓടിപ്പോയത്. ഫസ്റ്റായി. പക്ഷേ അന്ന് അവർ ട്രോഫി കൊടുത്തില്ല. ഇവനും കരഞ്ഞു. അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പം നല്ല ഡീസൻറ്റ് സ്കൂളിലാണ് പഠിച്ച്. ട്രാക്കിന് വെളിയിൽ കൂടെ ആരെങ്കിലും കൊടുക്കൂ. പിന്നെ അവൻ അതേ സ്കൂളിൽ തന്നെ ഫസ്റ്റൊക്കെ മേടിച്ചു ഓട്ടത്തിന്. അതിലും കുഞ്ഞായിരുന്ന സമയത്ത് മുട്ടായി പെറുക്കിയുള്ള ഓട്ടം, മുട്ടായി എല്ലാം കൂടെ പെറുക്കി തിന്നോണ്ടങ്ങ് നിന്ന്, ഓടിയില്ല. ആരെങ്കിലും ട്രോഫി കൊടുക്കൂ. അങ്ങനെയൊക്കെയുള്ള ഓട്ടമൊക്കെ ഉണ്ടല്ലേ. മുട്ടായി പെറുക്കി അവിടെ തിന്നുക, അത് തീരുമ്പോൾ അടുത്ത മുട്ടായി പെറുക്കുക, പിന്നെയും തിന്നുക. ഫിനിഷിങ് പോയിൻ്റ് ആമ്പിള്ളേർ പോയി ഇടിച്ച് കയറും പൊട്ടിച്ചോണ്ട് അവർ പോയി. ഇവിടെ തിന്നോണ്ടിരുന്നാൽ കിട്ടുമല്ലോ. അതല്ലേ ആ സ്ഥലത്തൊക്കെ ഞാനും ഓടിയിട്ടുണ്ട്. ഓടുന്ന സമയത്തൊന്നും ചിന്തയൊന്നുമില്ല, ഒറ്റ ഓട്ടവാ. ആ ലക്ഷ്യം അത് മാത്രമേ മുമ്പിലുള്ളൂ. പണ്ടേ നമുക്ക് ഈ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഒന്നും വിടല്ലേ, ഇവന്മാരുടെ ഇടപാട് കഴിയും. നമ്മളൊക്കെ പോകുമായിരുന്നു ഈ ചെറിയ കനാല്, നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കൂടെ, ഞാൻ ഓടിയിട്ടുണ്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ. ഇപ്പം വയ്യ കേട്ടോ. ചെറിയ കനാൽ ഇത്രേ കാണത്തുള്ളൂ. അതിന് മുകളിൽ കൂടെ ഓടുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയുണ്ട്, ബാലൻസ് പിടിച്ചു. അപ്പോൾ അതുവഴി പോകുമ്പോൾ നമ്മൾ ദൂരമാണ് കാണുന്നത്. അങ്ങോട്ട് പോയ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരനെയും കണ്ട്, ഇവനെയും കണ്ട്, അവനെയും കണ്ടുപോയാൽ ഒന്നീ കണ്ടെത്തിയല്ല അതിനകത്ത് കിടക്കും. അവിടെ അത് പറ്റത്തില്ല. സ്ഥിരതയോടെ ഓടുക. അതിനൊരു ഗ്രീക്ക് വാക്കൊക്കെ ഉണ്ട്. ഈ ദൈവാസന അതിവിടെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അവിടെ തൊടുന്നില്ല. സ്ഥിരതയോടെ ഓടുക. അവിടെ നിർത്തുന്നു. അതെല്ലാം ദീർഘക്ഷമയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന സ്ഥിരതയോടെ ഓടുക. ഒരാഴ്ച ആത്മീകം, 2 ആഴ്ച അനാത്മികം. ഒരാഴ്ച പ്രതീക്ഷയുടെ വാക്ക്, 2 ആഴ്ച നിരാശ. ഒരാഴ്ച ഇതെല്ലാം കേട്ട് അല്ലേ നല്ലൊരു പ്രസംഗമൊക്കെ ദൈവാസം പ്രസംഗിച്ച് കഴിയുമ്പോൾ ഞാനും അതുപോലാകും.
3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും തകർന്നു. ആ രീതിയിലുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഉണ്മയെയും യോഗ്യതയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ സ്വഭാവങ്ങളിലേക്ക് വീഴാതെ ദൈവവചനപ്രകാരം ഒരു വ്യക്തിത്വം പടുത്തുയർത്തുക. ദൈവവചന ഉപദേശങ്ങൾ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ എന്ത് വേണമെന്നറിയോ? തിരുവചനത്തിൻ്റെ ഉപദേശം വേണം. ഇപ്പം എൻ്റെ വ്യക്തിത്വത്തിൽ തിരുവചനത്തിൻ്റെ ഉപദേശമാണെങ്കിൽ എനിക്ക് എവിടെയും പാർക്കാം. ആരോടും എനിക്ക് പേടിയില്ലാതെ സഹകരിക്കാം. കാര്യം എന്നെ നടത്തുന്നത്, മുമ്പേ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെയാണ്. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ഏതാണ്? ആത്മാവിൻ്റെ ഫലങ്ങളിൽ ദീർഘക്ഷമ, അടുത്തത് ദയ. ദയ എഴുതിക്കോ ഇംഗ്ലീഷിൽ. നോട്ട് വാണ്ടിങ് ടു ഹർട്ട് സമ്മൺ. ജെന്റിൽനെസ് എന്നാണ്. not wanting to hurt someone or give him or her pain എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മുറിപ്പെടുത്താതെയും വേദനിപ്പിക്കാതെയും ജീവിക്കുന്ന ജീവിതമാണ് ദയയുള്ള ജീവിതം. ഒരു വ്യക്തിയെ മുറിപ്പെടുത്താതെയും എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് മുറിക്കാതെയും വേദനിപ്പിക്കാതെയും ജീവിക്കുന്ന ജീവിതമാണ് ദയയുടെ ജീവിതം. മുറിവ്, അതാണ് ഞാൻ അടുത്ത 1-2 മിനിറ്റ് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരം മുറിയും. അപ്പോൾ എന്തുണ്ടാകും? വേദന. മനസ്സ് മുറിഞ്ഞാലും വേദനയാണ്. ശരീരത്തിൻ്റെ മുറിവും അനുബന്ധ രോഗങ്ങളും വഷളാക്കും ചിലപ്പോൾ ആ മുറിവിനെ. ഇതുപോലെ തന്നെ മനസ്സും ശരിയല്ലാതൊക്കെ ആണെങ്കിൽ ചില മുറിവുകൾ വ്യക്തിത്വത്തെ വല്ലാതെ ബാധിക്കും. എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പുരയിടം കിളയ്ക്കുകയൊക്കെ ആയിരുന്നു. കിളച്ചതാണെന്ന് തോന്നുന്നു. എന്തോ കാലേ കൊണ്ടെന്നാണ് പറയുന്നത്. ഷുഗറായിരുന്നു. പിന്നെ പഴുപ്പായി, വിരലൊക്കെ മുറിച്ചു. എൻ്റെ ഭാര്യ പിതാവും അങ്ങനെ തന്നെ ആയിരുന്നു. കാല് മുറിച്ചു, അവസാനം മരിച്ചു. എൻ്റെ ഭാര്യ പിതാവിൻ്റെ ഒരു ചെറിയ മുറിവായി. അത് പിന്നെ അകത്തായി ലങ്സ് വരെയൊക്കെ പഴുപ്പ് നിന്നാണ് പറയുന്നത്. കാല് മുറിച്ച് കളഞ്ഞു, മുട്ടിന് താഴെ വെച്ച്. 1 വർഷം അദ്ദേഹം അങ്ങനെ ജീവിച്ചു. പിന്നെ അദ്ദേഹം വീണ്ടും ആ പഴുപ്പ് അവിടെ നിന്ന് കയറി മരിച്ചു. അത് അനുബന്ധ രോഗമാണ്. ഹൈ ഷുഗറുള്ള ആളാണ്. അതിൽ നിന്നും സംഭവിച്ചു. അതേസമയം അതൊന്നും ഇല്ലാത്ത ആളുകളും മുറിയാറുണ്ട്, കരിയും. അപ്പം മനസ്സിൻ്റെ മുറിവ്, ആ മുറിവിനെ ചിലരങ്ങ് അതിജീവിക്കും, ചിലർ സൗഖ്യമാക്കാതെ കൊണ്ട് നടക്കും. സൗഖ്യമാക്കാതെ കൊണ്ട് കടന്ന് ഈ പുറത്തെ മുറിവ് എങ്ങനെയൊക്കെ വല്ലാതാകുന്നോ അതുപോലൊക്കെ അകത്തിതാകും. പലപ്പോഴും മുറിവുകൾ മനസ്സിൽ കിടന്ന് അത് സൗഖ്യമാകുന്നില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, പല ഉത്തരവാദിത്തങ്ങളും നമുക്ക് താല്പര്യമില്ലാതാകും. ഉദാഹരണം, ഒരാളെ നമ്മൾ സഹായിക്കുക. നമ്മുടെ സഹായമെല്ലാം ആൾ കൈപ്പറ്റി ആ ആൾ നന്നായി കഴിഞ്ഞ് നമ്മളെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ട്രീറ്റ് ചെയ്യുമ്പം നമ്മളെടുക്കുന്നൊരു തീരുമാനമാണ്, ഇനി ആരെയും സഹായിക്കത്തില്ല. എല്ലാവരും അല്ല, ചിലർ. കാരണം ഈ മുറിവ് നിമിത്തം അവരെടുക്കുന്ന തീരുമാനം അവരുടെ ക്വാളിറ്റിയെ തന്നെ നശിപ്പിക്കുന്ന തീരുമാനമാണ്. എനിക്ക് പറയാനോ, എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി ആരെയും എന്ത് ചെയ്യത്തില്ല, ഞാൻ സഹായിക്കത്തില്ല. പക്ഷേ അവരെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല. അവർ പിന്നെയും എന്ത് ചെയ്യും, പിന്നെയും ചെയ്യും, പിന്നെയും കിട്ടും, പിന്നെയും പറയും സഹായിക്കത്തില്ല.
അത് ക്വാളിറ്റിയെ തന്നെ ബാധിക്കുന്ന ഡിസിഷനിലേക്ക് പോവാണ്. ക്യാരക്ടറിൻ്റെ ആ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഡിസിഷനിലേക്ക് പോവാം. അപ്പോൾ മുറിവുകൾ മനസ്സിനുണ്ടാക്കുന്ന പ്രധാന ഏരിയ എന്ന് പറയുന്ന വാക്കുകളാണ്. ഇയ്യോബിനെ അറിയാമല്ലോ. ഇയ്യോബിൻ്റെ 3 സുഹൃത്തുക്കൾ 7 ദിവസം അദ്ദേഹത്തെ കണ്ടിട്ട് എന്ത് ചെയ്തില്ല? മിണ്ടിയില്ല. അങ്ങനെ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ പോയി ഒരു ദുഃഖ വീട്ടിലിരിക്കാൻ പറ്റുമോ? ഇത്രയ്ക്ക് വലിയ ദുഃഖമാണ്. എന്നാൽ അവരെ വായെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇയ്യോബ് പോലും കറങ്ങിപ്പോവുക. ചിലരങ്ങനെയാണ്, നമ്മളെയൊക്കെ കാണാൻ വരും, അവർ വല്ലതുമൊക്കെ പറഞ്ഞിട്ട് പോകും, നമുക്ക് ഒരു കുഴപ്പമില്ലാതിരുന്ന നമ്മൾ ICUലോട്ട് പോകും. ചിലരങ്ങനെയൊക്കെയാണ് ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെയാണ്. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ പോലെ, അച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു, 2-3 പേര് വന്ന് കണ്ടു, പിന്നെ ICU കയറി. എന്നിട്ട് അവിടെ വന്നിരുന്ന് പറയുന്നല്ല അറ്റാക്ക് ബാധിച്ച് മരിച്ചവരെ കുറിച്ച്. അപ്പോൾ വാക്കുകൾ വളരെ അന്തസ്സോടെ വിശുദ്ധമായി ഉപയോഗിക്കാൻ പഠിക്കണം. അത് ആത്മനിറവിൽ ഉണ്ട്. വാക്കുകളുടെ ഉപയോഗം. ജീവനും മരണവും നിൻ്റെ നാവിൻ തുമ്പിൽ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താ? ഇപ്പം ഞാനിവിടെ നിന്ന് ഓരോ ആളുകളും അത് സംസാരിക്കുമ്പോൾ അറിയാം അവരുടെ മനസ്സിൽ ഹാർട്ട് എത്രത്തോളം ഉണ്ടെന്ന്, എത്രത്തോളം മുറിവുള്ള മനസ്സാണ് അവരുടെ എന്ന് അവർ സംസാരിക്കുമ്പോൾ അറിയാം. അവരുടെ വീടുകളെല്ലാം കേൾക്കുമ്പോൾ അറിയാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇമാജിൻ ഓരോ ഷീറ്റ് പേപ്പർ തരിക എന്ന് വിചാരിക്കും. അതാണ് ആ പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്രയും വർഷം ഈ കുഞ്ഞുങ്ങളൊക്കെ 10-15 വയസ്സുള്ളവർ, 50 വയസ്സുള്ളവർ കാണും, 60 വയസ്സുള്ളവരുണ്ട്, 46 വയസ്സുള്ളവരുണ്ട്. അത് ഞാൻ തന്നെ. അങ്ങനെ പലരുണ്ട് ഇവിടെ. അവർ അത്രയും വർഷം ജീവിച്ചു. ഇത്രയും വർഷം ജീവിച്ച കൂട്ടത്തിൽ നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 10 നല്ല ക്വാളിറ്റീസ് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ പേപ്പർ തന്നു, 1 മണിക്കൂർ സമയം തന്നിട്ടും 2 പോലും ആയില്ല. ഇങ്ങനെ വെച്ച് ചിലരുടെയൊക്കെ കൈ വിറച്ചു, വിയർക്കുന്നുണ്ട് എഴുതാൻ. 2 കഴിഞ്ഞ് 3 എഴുതി, 5 തയ്ക്കാൻ വലിയ പാടാണ്. പിന്നെ കള്ളത്തരം കാണിക്കുന്നവൻ 500 എണ്ണം എഴുതി വെക്കും. കാര്യം അവന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് എഴുതരുത്. അവൻ വേണം ജോബ് പാഷൻ്റെ ക്വാളിറ്റിയും കൂടി എഴുതി അവൻ്റേതാണെന്ന് പറഞ്ഞ് നടക്കും. സത്യസന്ധമായി ചിന്തിക്കുന്നവരെ കുറിച്ച് ഞാൻ പറയും. മറ്റവർക്ക് ഇതൊന്നും ബാധകമല്ല. ഒരു ഉന്മാദ ലോകത്തിൽ എവിടെയൊക്കെയോ ജീവിക്കുക, മാസ്മരികമാണ്. ആരാധനയിലും കിടന്നുള്ളും വേണമെങ്കിൽ. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് ബന്ധമൊന്നും കാണത്തില്ല ജീവിതത്തിൽ. എന്നാൽ അങ്ങനെ വലിയ കഷ്ടപ്പാടാണ്. 5 എണ്ണമൊക്കെ എഴുതി ഒരു പരുവത്തി. അപ്പം ഞാൻ പറയുകയാണ്, നിർത്ത്. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിർത്ത്. പേപ്പറിൻ്റെ അങ്ങേ ഭാഗം എടുക്കൂ, അവിടെ നിങ്ങളുടെ നെഗറ്റീവ്സ് എഴുത്. അപ്പോൾ എല്ലാവരും പടപടയെന്ന് പേപ്പർ പിന്നെ മേടിക്കും. അഡീഷണൽ പേപ്പർ ഇഷ്ടംപോലെ ഉണ്ട് എഴുതാൻ. അതാ നമ്മുടെ പരാജയം. ഇത് പോരാട്ടമൊന്നുമല്ല. ഇത് മാറാൻ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അവൻ മുന്നൂടെ പറയുന്നത് കേട്ട് കുറേ കൂടെ നെഗറ്റീവ് ആകാതെ ഇത് നമുക്ക് തന്നെ ചെയ്യാം. ഇതൊരു എക്സസൈസാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതിയ ഏതാ? നെഗറ്റീവ്സ്. നിങ്ങൾ അഡീഷണൽ ഷീറ്റ് മേടിച്ച് ഏതിനാ? നെഗറ്റീവ്സ് എഴുതാനാ. അപ്പോൾ നിങ്ങളോട് ഞാൻ 10 നെഗറ്റീവ്സ് എഴുതാൻ പറഞ്ഞു, നിങ്ങൾ 25 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. നല്ലത് 3 ഉള്ളു. അത്രേ ഉള്ളോ നിങ്ങൾ? അല്ല. എവിടെയാണ് നിങ്ങൾക്ക് മിസ്സിങ് സംഭവിച്ചത്? മുറിവുകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ നല്ല ക്വാളിറ്റീസിനെ എല്ലാം ഒതുക്കി. അവിടെയാണ് നിങ്ങളുടെ മിസ്സിങ്. നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളവിടെ ചുമ്മാ വന്നിരുന്ന് കൃമിയാ പുഴുവാന്നൊക്കെ പറയും. പക്ഷേ സ്വഭാവത്തിൽ അങ്ങനൊന്നും അല്ല. അതൊക്കെ നിങ്ങൾ പറയും, അടിയൻ എന്നൊക്കെ വിളിക്കും. ഇവിടെ വന്നിരുന്നു അടിയൻ ഇതാന്നൊക്കെ പറയും. അതൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞത് ഇവയിലൊക്കെയും നിങ്ങൾ ശ്രേഷ്ഠനാന്നാണ് പറഞ്ഞത്. ഇതിലൊക്കെയും നിങ്ങൾ ശ്രേഷ്ഠർ. പറവകളെ നോക്കൂ, അവയേക്കാൾ. വയലിലെ ലില്ലിപ്പൂവിനെ, താമരയെ നോക്കൂ, അതിനേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠർ. ഇതായിരുന്നു യേശു നിങ്ങളോട് പറഞ്ഞത്. അത് പഠിച്ചിട്ടില്ല ഇതുവരെ.
പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഹോളി ബ്രദറൻ, വിശുദ്ധ സഹോദരന്മാരെ. അതാണ് അവരുടെ പദവി. അതും പഠിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ആരാ? പുഴുവും കൃമിയും ഒക്കെ ആയിട്ട് നടക്കുക. ഇതുവരെ ആ ഒരു പദവിയിലോട്ട് കയറി വരാൻ ജീവിതം കൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. അപ്പം നിങ്ങളിൽ ഈ നല്ല ഗുണങ്ങളെല്ലാം ഇല്ലേ? എത്രയോ നല്ല ഗുണങ്ങളുണ്ട്. അത് കണ്ടെത്തി നിങ്ങളുടെ നെഗറ്റീവിനെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഇനി പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത്, ബലത്തെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇതെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്. കർത്താവ് പറയാണ്, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, താഴ്മ ധരിപ്പിൻ. ആരാ? നമ്മൾ. തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെയും ഉയർത്തപ്പെടും. ആരാ? ഇതിനെല്ലാം കഴിവ് തന്നേക്കുവന്ന്. ഇതല്ലേ ഇതൊക്കെ പറയുന്നത് ഇങ്ങോട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ അതിന് വിരുദ്ധമായൊരു പ്രാർത്ഥനയാണ്, കർത്താവെ അടിയനെ ഒന്ന് താഴ്ത്തണേ. എന്ത് ദുരുപദേശമില്ല ഇത്. നിങ്ങൾ തന്നെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചു പിടിക്കൂ. അപ്പോൾ ഈ മുറിവുകൾ എല്ലാം ബാധിച്ചിരിക്കുന്നത് പലപ്പോഴും ശ്രേഷ്ഠമായ സ്വഭാവത്തെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ മനസ്സിലാവുന്നോ? എല്ലാവർക്കും ബ്രേക്കോ വല്ലതും വേണോ? ബ്രേക്കിനൊന്നുമില്ല, ചായയൊന്നുമില്ല, തുടങ്ങും. അതിനോട് വേണോ? നമുക്ക് ജോസിക്ക് വേണോ? വേണ്ട. ചായ അതും വേണ്ട. ആ കുഞ്ഞ് ചായ കുടിക്കത്തില്ല. അപ്പോൾ അതിനോടുള്ള, നിങ്ങൾക്ക് ആർക്കെല്ലാം വേണോ മക്കളെ? വേണമെന്ന് പറഞ്ഞാലും കിട്ടത്തില്ല. അവിടെ ഇരി. അപ്പോൾ അതിനോടുള്ള സമീപനം എന്താ? അത് പരിഹരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നോക്കിയാലും മറ്റുള്ളവരെ നോക്കിയോ ഒന്നും ഈ പ്രതീക്ഷയും പ്രത്യാശയില്ലാത്ത വർത്തമാനങ്ങൾ അവരെക്കുറിച്ച് പറയരുത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ 21 ദിവസമൊക്കെ ഉപവസിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഉപവാസമൊക്കെ 10, 17, 18 ദിവസമൊക്കെ ഉപവാസം ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരുത്തിന് ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഈ എന്തോ പറ്റി, ചാകാറായല്ലോ, പിന്നെ ഉപവസിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ ഉപവസിക്കുന്നവർ കാണും. പണ്ടൊരാൾ പറഞ്ഞ പോലെ, ഞങ്ങളൊക്കെ ഉപവാസമാണ്, രാവിലെ 10 മണിക്ക് മുന്തിരി ജ്യൂസ്, ഉച്ചയ്ക്ക് കാച്ചിയ മോര്, വൈകിട്ട് ബദാം ഷേക്ക്, രാത്രി ഐസ്ക്രീം. ദൂതനെ പോലെ ശോഭിക്കുന്നെന്ന്. പിന്നെ എങ്ങനെ ശോഭിക്കാതിരിക്കും? ഇത്രയും സാധനം അകത്ത് കിടക്കുകയില്ലേ? ആ ഉപവാസമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയണേ, എന്തോ പറ്റി, അങ്ങ് ചാകാറായല്ലോ. എത്ര നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ദൈവദാസന്മാർ പറയും ഗുണം പിടിക്കണമെന്നൊക്കെ. പക്ഷെ വ്യക്തിപരമായിട്ട് നിങ്ങളോട് ആരോടെങ്കിലും ഈ പാസ്റ്റർ വന്നിട്ട് നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയത്തില്ല. പക്ഷേ ജനറൽ ടോക്കിൽ പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത്രയും ഗതികേട് വരുത്തിയുണ്ട്, അല്ലേ? പറയത്തില്ല. അപ്പം അങ്ങനെ എത്രയോ പദങ്ങൾ. ഒരു കഥ, ഒരുത്തൻ എല്ലാത്തിനും നെഗറ്റീവേ പറയത്തുള്ളൂ. അപ്പോൾ അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ പറയിക്കണം എന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമായി. അപ്പം നല്ലൊരു വീടൊക്കെ പണിഞ്ഞല്ല അവനെ കാണിച്ചു. എല്ലാം അവന് ഇഷ്ടപ്പെട്ടു. പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങനെയുണ്ട് പണി? നന്നായിരിക്കുന്നു, റൂമൊക്കെ വളരെ നല്ലത്. എല്ലാവരും ഓർത്ത് ഇവൻ്റെ സ്വഭാവം മാറി. അപ്പോൾ ഇവൻ പറയുക, പൊളിക്കാൻ പാടുപെടുമെന്ന്. ബാക്കിയെല്ലാം ഓക്കെയാ ഉണ്ട്. അപ്പോഴും ആ സ്വഭാവം കളഞ്ഞില്ല, പൊളിക്കാൻ പാടുപെടും. അപ്പോഴും ഒരു നെഗറ്റീവ് പറഞ്ഞു. ദൈവമക്കളെ, നമ്മൾ മറ്റൊരാൾക്ക് മുറിവ് കൊടുക്കുന്നതും നമ്മൾ നമ്മെ തന്നെ മുറിക്കുന്നതും അനാവശ്യമായ നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫിൽ നിന്നാണ്. നെഗറ്റീവ്സ് ചിലയിടത്തൊക്കെ വേണം, ആവശ്യമുള്ളിടമുണ്ട്. പക്ഷെ അത് ഓവറായി നമ്മൾ കൊണ്ട് നടക്കരുത്. ഏത് കാര്യത്തെയും നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യും. ഒരു കൺവെൻഷൻ ഇവിടെയൊക്കെ ഇല്ല, ഒരു കൺവെൻഷൻ വെക്കാമെന്ന് പറഞ്ഞാൽ എന്തോ കാര്യത്തിനാ? 7 ദിവസം ഉപവാസം വെക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ എന്തോ കാര്യത്തിനാ? ഇങ്ങനെ പല 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 വാക്കുകൾ. എല്ലാ ആളുകൾക്കും സൗന്ദര്യമുണ്ട് കേട്ടോ. എല്ലാവർക്കും അവരവരുടേതോ സൗന്ദര്യം കർത്താവ് തന്നിരിക്കുക. ആളുകളെയൊക്കെ നോക്കി ഇതെന്തോ കോലവ, വീട്ടിൽ തിന്നാനൊന്നും ഇല്ലയോ? ഇതെല്ലാം മുറിവുകളാണ് ആളുകളിൽ കൊടുക്കുന്നത്.
ആളുകളിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ആത്മനിർവ്വം ആത്മഫലം ഉള്ളവൻ മുറിക്കുന്നവനല്ല, മുറിഞ്ഞ് ഇനി മുറിച്ചാൽ തന്നെ അവൻ എന്തുണ്ട്, കെട്ടാനുള്ള വകുപ്പൂടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മുറിച്ചിട്ടിട്ട് അലർജി ഇൻഫെക്ഷൻ ബാധിച്ച് ചാകട്ടെന്നും പറഞ്ഞ് പോകത്തില്ല. അത് കെട്ടാൻ, അതിനെ ട്രീറ്റ് ചെയ്യാനൂടെ കഴിയും. ചില സമയത്ത് പ്രസംഗത്തിലൊക്കെ ആളുകൾക്കൊക്കെ മുറിവൊക്കെ കിട്ടും. അന്നേരം അവർ പറയും എന്നെ ഉപദേശിച്ചതെന്ന്. അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങളെ തന്നെ, വേറെ ആരെങ്കിലും ഉണ്ട്. നിങ്ങൾ പറയല്ലേ നിങ്ങളെയാന്ന്, പിന്നെ നിങ്ങളെ തന്നെയല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയുണ്ടല്ലേ നിങ്ങളെ തന്നെയാണെന്ന് പറഞ്ഞ്, പിന്നെ അതിനാ കംപ്ലൈൻറ്റ്. എന്നെയാണെങ്കിൽ എന്താണ് അടുത്ത പടി? എന്തിനെന്നോട് അങ്ങനെ പറഞ്ഞു? നീ അങ്ങനെ പറയാതിരിക്കാൻ ഞാൻ ചേഞ്ച് ആകുക. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ റെഫറൻസുകൾ നമുക്ക് ഒന്ന് നോക്കാം. എഫേസ്യർ 4:32 വായിച്ച്. മുറിവുകൾ നൽകാതെ ജീവിക്കാം. എഫേസ്യർ 4:32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അപ്പോൾ മനസ്സലിവുള്ളവരാകുക, എന്നിട്ട് അന്യോന്യം സഹകരിക്കുന്നതിന് അവിടെ ഒരു മാതൃക വെച്ചു. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിച്ചാൽ മുറിവ് മാറ്റാം. വേറെ മരുന്നൊന്നുമില്ല ഇതിന്. പാരസെറ്റമോളൊക്കെ കഴിച്ചാൽ പനി കുറയും, ഇത് പോകത്തില്ല. ഇത് മാറാനുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ഈ ബിബ്ലിക്കൽ കൗൺസിലിംഗ് എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. അതിലേറ്റവും കൂടുതൽ ബൈബിൾ വചനങ്ങളാണ്. ഭയങ്കര ഹീലിംഗാണ്. കാരണം ജീവനുള്ളതല്ലേ, അതുപോലെ ഹീൽ ചെയ്യാൻ പവറുള്ളത്. അപ്പോൾ നോക്കൂ, സ്റ്റെപ്പ് നോക്കൂ. ആദ്യം നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി. അപ്പോൾ തമ്മിൽ എന്തോ വേണം? ഞാനും ബാലു ബ്രദറും തമ്മിൽ രണ്ട് കാര്യം, ദയയും വേണം, മനസ്സലിവും വേണം. എന്നിട്ട് ആ ദയയും മനസ്സലിവിൻ്റെയും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ കണ്ടോ? താഴത്തേതാ, ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിച്ചേക്കാൻ. അന്യോന്യം വായിച്ചു. ഈ വാക്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം, നോട്ടിനകത്ത് എഴുതിക്കോണേ, റെഫറൻസ് അല്ല. അന്യോന്യം ക്ഷമിക്കൂ. അന്യോന്യം ക്ഷമിക്കാനൊരു മാതൃക എന്താണെന്നറിയോ? ആരാ? പിതാവായ ദൈവം നിങ്ങളോട് ക്ഷമിച്ചു. എങ്ങനെയാണ് ദൈവമക്കളെ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചത്? എങ്ങനെയാ? ക്രിസ്തുവിൽ. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ 3 ടേംസ് ഉണ്ട് അതിനകത്ത്. ഇൻ ക്രൈസ്റ്റ്, ത്രൂ ക്രൈസ്റ്റ്, വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ, ക്രിസ്തുവിൻ്റെ കൂടെ, ക്രിസ്തുവിനോടൊപ്പം. ഇൻ ക്രൈസ്റ്റ്, ത്രൂ ക്രൈസ്റ്റ്. ഗോസ്പൽ ഓഫ് ജോണിൻ്റെ പ്രത്യേക ഒരു വേർഡാണ് എൻ ക്രിസ്റ്റോസ്. ഗ്രീക്കിലൊക്കെ ഉണ്ട്. ഇൻ ക്രൈസ്റ്റ്, ത്രൂ ക്രൈസ്റ്റ്, പിന്നെ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കൂടെ, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൽ. ഇതാണ് നമ്മുടെ ലൈഫ്. മനസ്സിലായോ? ഒരു ലൈഫിൻ്റെ ഹോൾ പിക്ചറാണ് ഞാൻ തന്നെ. ഇൻ ക്രൈസ്റ്റ്, ത്രൂ ക്രൈസ്റ്റ് ആൻഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. നോക്കൂ, അവിടെ പിതാവ് സ്നേഹിക്കുന്നു, പിതാവ് ക്ഷമിക്കുന്നു. എങ്ങനെ? ക്രിസ്തുവിൽ. എന്നിട്ട് സ്റ്റാൻഡേർഡ് എന്താ നിങ്ങളുടെ? നോക്കൂ, ഹർട്ടാകാതിരിക്കാൻ, സ്വയം മുറിവ് ജീവിതത്തിൽ നടക്കാതിരിക്കാനും, മറ്റൊരാളെ അനാവശ്യമായി മുറിക്കാതിരിക്കാനും ലൈഫിൻ്റെ മെഡിസിൻ ഡിവൈൻ ട്രീറ്റ്മെൻറ്റ്. മനസ്സിലാവുന്നോ സഹോദരിമാരെ? പിടികിട്ടുന്നോ? മനസ്സിലാവുന്നോ? ഇല്ല കൈപൊക്കി കാണിക്കണം. ഞാൻ പറയും താത്തിടാൻ. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുന്നിട്ട്, ഒരു സഭയിൽ ഒരാൾ സ്തോത്രം പറയുന്നത് ഇങ്ങനെ. നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ദൈവാസം അവിടെ പ്രസംഗിക്കാൻ വന്നു. അമ്പയർ കളിക്കാതെ നേരെ ചൊവ്വേ ദൈവത്തെ വിളിക്കാൻ. നമ്മുടെ റോയിയുടെ സഭയിൽ. അപ്പോൾ ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ഇടയ്ക്കൊക്കെ ഈ തമാശ കൂടെ പറയുന്നത് നിങ്ങൾ തിരിച്ചൊക്കെ വരണം. മനുഷ്യരല്ലേ, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവും.
അപ്പോൾ ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിച്ചാൽ തീർന്നു ഈ മുറിവുകൾ എന്ന് പറയുന്ന ഏർപ്പാട്. വേറെ മരുന്നൊന്നുമില്ല, വേറെ ഒരു മെതേഡും ഇല്ല. ഇത് മതി, അന്യോന്യം ക്ഷമിച്ചാൽ തീർന്നില്ലേ പ്രശ്നം? അല്ലേ? ഞാൻ ഇരിക്കുന്നത് ഈ അപ്പച്ചനോട് അങ്ങ് ക്ഷമിച്ചാൽ തീർന്നില്ലേ? അങ്ങനെ വിളിച്ചത് കുഴപ്പമില്ലല്ലോ, അപ്പച്ചെന്ന് വിളിച്ച. പണ്ടൊരാളെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്നെ അങ്കിളെന്ന് വിളിച്ചാൽ മതിയെന്ന്. അത്രയേ ഉള്ളൂ. അന്യോന്യം ക്ഷമിച്ചാൽ തീർന്നില്ലേ? പ്രശ്നം സോൾവ്. പ്രശ്നം അവിടെ അങ്ങ് തീരുവോ? ജോസി എനിക്ക് ചായ കൊണ്ട് തന്ന് ചായ എൻ്റെ വെള്ളഷട്ടയിൽ അങ്ങ് വീണു. ഞാനതൊരു കുഞ്ഞല്ലേ എന്നോർത്ത് അങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷട്ടും കഴിഞ്ഞു. അല്ല, ജോസി എനിക്ക് ചായ കൊണ്ട് തന്ന് ഞാനത് 4 അങ്ങ് പ്രസംഗിക്കുക, എൻ്റെ വെള്ളഷട്ട ചായ ഒഴിച്ചു. ആ കുഞ്ഞിനേക്കാളും കഷ്ടം പിടിച്ച സ്റ്റാൻഡേർഡല്ലേ എൻ്റെ. പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള വഴി നോക്കുക. ക്ഷമിക്കാത്തിടത്തല്ല എന്താ ഉണ്ടാകുന്നത്? പുതിയ പ്രോബ്ലംസാണ് കേട്ടോ, പുതിയ പ്രോബ്ലംസ്. ക്ഷമിക്കുന്നിടത്തെല്ലാം എന്തുണ്ടാകും? പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കപ്പെടുകയാണ്. വീട്ടിലാണേലും അങ്ങനെ തന്നെ. വീട്ടിലൊക്കെ ഒന്ന് ക്ഷമിച്ച് നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ട് തോന്നുന്നു, ഭാര്യയെ മർദ്ദിക്കുകയോ കൊല്ലുകയോ എന്താണെന്നറിയത്തില്ല ചെയ്ത ഒരാൾക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി പോലീസുകാരുടെ കൂടെ അടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ട്. വല്ല കാര്യമുണ്ടോ ഇനി? ആ സമയത്ത് തോന്നിയതാണ്. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് ഒരിങ്ങനെ ഇരച്ച് കയറിയൊരു വരവുണ്ട്. ഒന്നും ചെയ്യരുത്, അന്നേരം തന്നെത്താൻ ഇങ്ങനെ പിടിച്ചങ്ങ് നിൽക്കണം. ഒരു ചെറിയ സമയത്തേക്കേ ഉള്ളൂ കേട്ടോ, അതങ്ങ് പോകും പെട്ടെന്ന്. ഈ കടൽ തിര വരത്തില്ലയോ, പാഞ്ഞൊരു വരവല്ലേ, നമ്മളെ നനച്ചുകൊണ്ട് പതുക്കെ ഇറങ്ങി അങ്ങ് പോകും. ഇതുപോലെ അങ്ങ് പൊക്കോളും പല കോപങ്ങളും. ഇല്ല, അത് ആ കോപത്തിൻ്റെ ഡിമാൻഡ് പ്രവർത്തിച്ചാൽ പ്രശ്നമാണ്. ഇതുപോലെ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ വലിയ വിഷമമൊക്കെ ഉണ്ടാകും. വിഷമിക്കുമ്പോഴത്തേക്ക് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും. പിന്നെ ആജീവനാന്ത കാലം അവിടെയൊക്കെ കിടന്ന് വിഷമിക്കാം. ഒരു ചെറിയ നിമിഷം തോന്നിയ കാര്യമാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. ഇത് അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി, നിങ്ങളിലുണ്ടത്. ഇതാണ് ഞാൻ ആദ്യത്തെ ദിവസം പോലെ പറയാ, ഈ റിസോഴ്സ് എല്ലാം എവിടെ ഉണ്ട്? ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുക. ഈ ചർച്ചിൽ 10, 50, 100 പേര്, എനിക്കറിയത്തില്ല, അത്രയും പേരിൽ ആർക്കെങ്കിലും 2 പേർക്ക് തമ്മിൽ ഈ കയ്പുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ചോണം. അല്ലെങ്കിൽ ആർക്കും നഷ്ടമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ദോഷം. വേറൊരാൾക്ക് എന്താ ഇവിടെ നഷ്ടം? ഇവിടുത്തെ സിസ്റ്റം നല്ലതായിട്ട് വർക്കാകും, പാട്ടുകാരൻ നല്ലതായിട്ട് പാടും, കുഞ്ഞുങ്ങൾ താണ്ട 2 കുഞ്ഞുങ്ങൾ, ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഒരു കുഞ്ഞ് അതടിക്കുന്നു, മറ്റേ ദൈവദാസൻ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു, ആ മകനുണ്ട്, ഈ കുഞ്ഞുങ്ങൾ പാടും. ഇതെല്ലാം ഇവിടെ നടന്നു പോകും, ദൈവവും ഇവിടെ വരും. പക്ഷേ നിങ്ങളുടെ പാർട്ട് ശൂന്യം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ബാക്കി എല്ലാം ഇവിടെ നടക്കും. ഞായറാഴ്ച ഊണവും കിട്ടും, അതും കഴിക്കും. അതിലൂടെ കണക്ക് പറയണം ന്യായവിധി ദിവസത്തിൽ. കഞ്ഞി ഊണ് പുള്ളി അങ്ങ് തിരുത്തി, കഞ്ഞി. പുള്ളി വിചാരിക്കും ഇവൻ ആവശ്യമില്ലാത്ത എല്ലാം വിളിച്ച് പറഞ്ഞ് മറ്റൊരു ഊണും പ്രതീക്ഷിച്ച് വരികയും ചെയ്യും. കണ്ട ആരും പ്രതീക്ഷിക്കേണ്ട, കേട്ടോ, കഞ്ഞിയാണ് ആയിരുന്നു, ഇപ്പം പിന്നെ കഞ്ഞിയാക്കി. അച്ഛൻ നേരത്തെ കിട്ടാനുള്ള വഴിയുണ്ട്, എനിക്ക് 3 മണിക്ക് മുമ്പ് പോകണം. അപ്പോൾ ശ്രദ്ധിക്കേ, വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ആർക്കാ കുഴപ്പം? എന്നിട്ട് അവർ തന്നെ ഇരുന്ന് പറയുക കർത്താവ് എന്നെ മാനിക്കുന്നില്ലെന്ന്, അവരെല്ലാം മാനിച്ചെന്ന്. എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് റെക്കൺസിലിയേഷൻ ഇല്ലാത്ത? അത്രയ്ക്കും വൈരാഗ്യത്തോടെ ഇരിക്കാൻ ഇവിടെ ആരെന്ത് ചെയ്ത? തമ്മി കഠിനപാതകം ചെയ്തവരും മനസ്സലിയുന്നു, പിന്നീട് അനുദപിക്കുന്നു. ഇത്രയൊക്കെ ദൈവാത്മാവും ദൈവകൃപയും ദൈവനിറവും ഫലവുമുള്ള നമുക്ക് കഴിയത്തില്ലേ ഒരു സിമ്പിൾ ഇഷ്യൂ ഒന്ന് പരിഹരിക്കാൻ? കഴിയത്തില്ലേ? അപ്പം നിങ്ങൾക്ക് എന്താ അത് കഴിയാത്ത? നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുക, എന്താ കഴിയാത്തതെന്നറിയോ? വേണ്ടാന്ന് വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. അത് വേണ്ട.
വേണ്ടാന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക ഈ ക്ലാസ്സിൻ്റെ പ്രധാന മർമ്മമായി പറയും. ഇത് പ്രാക്ടീസ് ചെയ്യും. അന്യോന്യം ക്ഷമിപ്പിൻ, ക്ഷമിക്കണേ. അങ്ങനെ വചനമുണ്ടോ? വചനത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. ഉണ്ടോ ജോബി പാസ്റ്ററെ? ക്ഷമിക്കാൻ കഴിയുമോ? ഇങ്ങനെയൊന്നും വചനമില്ല. ഉണ്ടോ? അങ്ങനെയൊക്കെ വചനമുണ്ടോ മക്കളെ? താഴ്മയോടെ പറയാം, ഒന്ന് ക്ഷമിച്ചേക്കണേ എന്നൊരു വചനത്തിലും ഒരവസാനവും അങ്ങനെ ആരും എഴുതിയിട്ടില്ല. ക്ഷമിപ്പിൻ, കമാൻഡ്സ്. ഒഴിഞ്ഞു മാറാൻ അനുവാദമില്ലെന്ന്, ഒളിച്ചോടാൻ പറ്റത്തില്ല. ഇത് അറസ്റ്റ് ചെയ്യും ഒരു ദിവസം. അതാ വിഷയം. ഇതൊരു ദിവസം അറസ്റ്റ് ചെയ്യും. നോക്കിക്കോ, ഇത് ഈ ബോർഡിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുക. കർത്താവ് ഇതെല്ലാം കാണിക്കും. ഞങ്ങളോ ഇതൊന്നും ചെയ്യാതെ നടക്കുന്നെങ്കിൽ അധികം അറിഞ്ഞവൻ അധികം അടിയും മേടിക്കും. ഇതിലൊരു കർത്താവിൻ്റെ ഒരു സിസ്റ്റം അല്ലേ? ആ വാക്യം ഞാൻ വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനം എടുത്തോളാം. നോക്കൂ, കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. അവിടെയും ഉണ്ട് മുറിവിന് വേണ്ടിയുള്ള ചികിത്സ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. നോക്ക് അടുത്തത് എന്തൊക്കെ ക്വാളിറ്റി? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. വൃത്തിയുള്ള സംഗതികൾ ധരിക്കുക. ആരാണ് ഇതെല്ലാം ധരിക്കേണ്ടത്? വേറൊരു കാര്യം ധരിച്ചിട്ടുണ്ട്. സ്നാനത്തോടു കൂടി ക്രിസ്തുവിനെ. അവരാ ഇത് ചെയ്യേണ്ടത്. ക്രിസ്തുവായിട്ട് ബന്ധമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. എത്ര നാള് പ്രസംഗിച്ചു, യൂതയ്ക്ക് ഇതൊന്നും ധരിക്കാൻ പറ്റിയില്ല. പ്രസംഗമൊക്കെ കേട്ടു. ദേമാസിന് ഇത് ധരിക്കാൻ പറ്റിയില്ല. പ്രസംഗമൊക്കെ കേട്ട് പുള്ളി ലോകത്തെ സ്നേഹിച്ചു, വേറൊരു സ്ഥലം വിട്ടു, കൂട്ടായ്മ വിട്ടു. പൗലോസ് പറഞ്ഞു, ഞാൻ വിട്ടുപോയെന്നു. ശ്രദ്ധിച്ചോണം, നിങ്ങൾ നല്ല കഴിവുള്ള ഒരാളായിരിക്കും, ലോകം നിങ്ങളെ തകർക്കരുത്. ശ്രദ്ധിക്കൂ, വിട്ടുപോയി. അതാണ് ടോക്ക്. എന്തുള്ള കട്ടിയുള്ള റെഫറൻസ് ആണെന്നറിയോ? ഈ ലോകത്തെ സ്നേഹിച്ചു, കൂട്ടായ്മ വിട്ടു. അലക്സാണ്ടറിന്റെ ഹുമനയോസിന്റെയും വിശ്വാസ കപ്പൽ തകർന്നു. തകർന്നാ പിന്നെ രക്ഷയുണ്ടോ? ആ റെഫറൻസ് എല്ലാം ശ്രദ്ധിച്ചോണം. ആ വേർഡ്സുകൾക്ക് വലിയ പ്രാധാന്യം. തകർന്നു, ഒന്ന് തകർന്നു, മറ്റൊന്ന് വിട്ടുപോയി. കാരണം ഈ ക്വാളിറ്റീസ് ഒന്നും ഇല്ല. അതാ തകരുകയും വിട്ടുപോവുകയും ചെയ്തു. പൗലോസ് വേറൊരാളെ കുറിച്ച് പറയുന്നു, വളരെ ദ്രോഹം എനിക്ക് ചെയ്തു. അവന് പിന്നെ ഇതൊന്നും ഇല്ല, അങ്ങനില്ല, ഒട്ടുമില്ലാത്തവനാ. അവിടെ പൗലോസിന് എന്തോ ഒരു പ്രത്യേക വികാരമൊക്കെ ഉണർന്നു വന്നിട്ട് പറഞ്ഞ് കർത്താവ് അവനോട് പകരവും ചോദിക്കുമെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് പുള്ളിയൊക്കെ മുഷിഞ്ഞ്, അത്രയ്ക്ക് സഹിച്ച്. ആരാ? അലക്സാണ്ടർ അല്ലേ? അത്രയ്ക്ക് പുള്ളിയൊക്കെ സഹിച്ച്. നോക്കി, ഈ ക്വാളിറ്റി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കുക. ആരാ? ക്രിസ്തുവിനെ ധരിച്ചവർ. അവരിൽ വേണ്ട യോഗ്യതകളാ. ഞാൻ പറയില്ല നിങ്ങൾ മരിച്ചവനെ ഉയർപ്പിച്ചില്ലേലും കുഴപ്പമില്ലെന്ന്. ചിലർ അങ്ങനെയൊക്കെ ആത്മീയത അളക്കുന്നത്. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് ഉയർപ്പിച്ചുകൊണ്ടോന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ? ചില വീട്ടുകാർ നമ്മളെ ഓടിച്ചിട്ടടിക്കും ഉയർപ്പിച്ചോട്ട് വന്ന. അപ്പം അതൊന്നും അല്ല കാര്യം. അതൊക്കെ അതിൻ്റെ വഴിയെ നടക്കട്ടെ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും. ചിലരൊക്കെ എങ്ങനെ, പണ്ടൊരാൾ എന്നോട് പ്രവചിച്ചു മരിച്ചവനെ ഉയർപ്പിക്കുകയെന്ന്. ഞാൻ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താ, ദൈവമേ ഇതെല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യമൊക്കെ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന എന്നോട് പറയാ ഉയർപ്പിക്കാൻ നടക്കുമെന്ന്.
അതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യട്ടെ. അതൊക്കെ മുൻകൂട്ടി പറയണോ? അങ്ങനെ മുൻകൂട്ടി പറയുമ്പോൾ ഞാനൊരു അഹങ്കാരത്തിൽ നടക്കില്ലയോ? എനിക്കിതൊക്കെ ഉണ്ട്, വാഗ്ദത്വമൊക്കെ ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ എന്തെല്ലാം ചെയ്തു? എല്ലാം പടിപടിയായിട്ട് മുൻകൂട്ടി പറഞ്ഞോ. ദൂരജാതികൾക്ക് ഞാൻ നിന്നെ എൻ്റെ സാക്ഷിയാക്കും. അവിടെ നീ എനിക്ക് വേണ്ടി അനുഭവിക്കാൻ പോകുന്ന പല കഷ്ടങ്ങളും കാണും. ഇത്രയേ ഉള്ളൂ, പൊക്കോളാൻ പറയും. ഇവിടെ നമ്മളൊക്കെ പോകണമെങ്കിൽ എന്തെല്ലാം പറയണമെന്നറിയാവോ? ഞാൻ അറിയ കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, അനേക മൈക്രോഫോണിൻ്റെ മുമ്പിൽ നിൽക്കുന്നെന്ന്. അതെന്തോ പ്രവചനമാണെന്ന് എനിക്ക് ഇന്നും പിടികിട്ടിട്ടില്ല. ആർക്കാ നിൽക്കാൻ വയ്യാത്ത? പിന്നെ നമ്മളൊരു കുപ്രസിദ്ധനാണെങ്കിലും നിൽക്കും. വെറുതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ പഴയ മനുഷ്യൻ്റെ അഹങ്കാരങ്ങളെ ഉണർത്താനേ ഇതൊക്കെ സഹായിക്കത്തുള്ളൂ. എന്നാൽ എന്നോടങ്ങ് പ്രവചിക്കട്ടെ, നീ നന്മയുള്ളവനാകാൻ, നിൻ്റെ വാക്കിനെ സൂക്ഷിക്കാൻ, മറ്റൊരുത്തരെ ദോഷം ചെയ്യാതെ ജീവിക്കാൻ ദൈവം നിന്നോട് ബുദ്ധി പറയുന്നു. നിന്നെയും ദൈവത്തിന് വേണം എന്നങ്ങ് പറഞ്ഞാൽ പോരെ? എന്നാൽ എത്ര കാര്യം എനിക്ക് ശ്രദ്ധിക്കാം. അതല്ലേ പറയാൻ, ധരിക്കുക. നമ്മൾ ഈ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മളൊക്കെ ഇടുന്ന ഷർട്ട് 1000 രൂപയ്ക്കകത്തൊക്കെ ഉള്ളൂ. കൂടി ബ്രാൻഡിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് മാറും. കാരണം നമ്മുടെ ഷേപ്പൊക്കെ, മുഖമൊക്കെ അതാണേലും ഒരു ഗെറ്റപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കയറി വരും. പുറകെ ഇരിക്കുന്ന അങ്കിളിനെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ, എന്തോ ഒരു പദവിയുള്ള ഒരാളായിരുന്നു. സംസാരിച്ചപ്പോഴാണ് മനസ്സിലായ മിലിറ്ററിക്കാരനായിരുന്നു, ഇവിടുത്തെ ജോബി പാസ്റ്ററിൻ്റെ അങ്കിളിനെ. അപ്പം ധരിക്കുക. ഇത് ധരിച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഏത് പിശാചാണ് നമ്മുടെ അടുത്ത് അടുക്കുന്നത്? പേടിച്ചു പോകത്തില്ല ഇത്? അതല്ലേ പറഞ്ഞ് എതിർത്ത് ഇന്നാവും നിങ്ങളെ വിട്ട് ഓടി. ഇതൊക്കെ ഉള്ളവരെ വിട്ടാ ഓടിപ്പോകുന്നത്. ചുമ്മാ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓടിയൊന്നും പോകത്തില്ല, കൂടെ ഓടി വരും, ഓടിപ്പോകത്തില്ല. എവിടുന്നെങ്കിലുമൊക്കെ കിടക്കുന്ന ഓടി വരും. അപ്പം ധരിക്കുക. അവിടെയും ഞാൻ വിട്ടുപോകട്ടെ. 1 പത്രോസ് 2:3 അല്ല, ഈ 2 റെഫറൻസ് മതി. അടുത്ത വാക്ക് പറഞ്ഞാട്ടെ. പരോപകാരം, ദീർഘക്ഷമ, ദയ, പരോപകാരം. അത് എഴുതിക്കോ. സീൽ ഫോർ ട്രൂത്ത്. പരോപകാരം എന്ന് പറഞ്ഞാൽ സീൽ ഫോർ ട്രൂത്ത്, ZEL, ആൻഡ് റൈച്ചസ്നെസ്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള വാഞ്ച. Zeal for truth and righteousness and a hatred for evil. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള വാഞ്ചയും തിന്മയോടുള്ള എതിർപ്പിൻ്റെയും പേരാണ് പരോപകാരം. അങ്ങനെയുള്ളവർക്കേ പരോപകാരം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെല്ലാം ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥമാണ് ഈ പറയുന്നത്. സത്യത്തിനും നീതിയോടുള്ള വാഞ്ചയും തിന്മയോടുള്ള എതിർപ്പും. അപ്പോൾ തന്നെ എഴുതിക്കോ, ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. ഇതിനകത്ത് സത്യവും നീതിയും സ്ഥാപിക്കുന്നത് ദയയുടെ പ്രവൃത്തി കൊണ്ടാണ്. ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. റെഫറൻസ് ലൂക്ക് 7:37-50. മലയാളത്തിൽ പറയാം, സത്യത്തിനും സത്യവും നീതിക്കും വേണ്ടിയുള്ള വാഞ്ചയും തിന്മയോടുള്ള എതിർപ്പും. അതിൽ സത്യവും നീതിയും സ്ഥാപിക്കുന്നത് ദയയുടെ പ്രവൃത്തി കൊണ്ടാണ്. ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. ആക്ട്സ് ഓഫ് കൈൻഡ്നസ്, ലൂക്ക് 7:37-50. പിന്നെ അടുത്തത് റിബ്യൂക്കിംഗ് ആൻഡ് കറക്റ്റിംഗ്. റിബ്യൂക്കിംഗ് ആൻഡ് കറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം എന്തോ പക്ഷേ അത് റിബ്യൂക്ക്, ശാസിക്കുകയും, ഓക്കെ, ശാസിക്കുകയും നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യും. റിബ്യൂക്കിംഗ് ആൻഡ് കറക്റ്റിംഗ്. അതിൻ്റെ റെഫറൻസ് മത്തായി 21:12-13 വരെ. ഇതാ ഗുഡ്നസ്, അതായത് പരോപകാരം എന്നതിൻ്റെ ഗ്രീക്ക്, അതിൻ്റെ അർത്ഥമായി പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് അങ്ങ് അന്യോന്യം പ്രാവർത്തികമാക്കണമെങ്കിൽ ഈ ലെവലിൽ നമുക്കൊരു സീൽ, എന്തിനു വേണ്ടിയുള്ള? സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു സീൽ, ഒരു വാഞ്ച.
അതെങ്ങനെ സ്ഥാപിക്കുന്നു? അത് സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു. ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. അവിടെ ലൂക്കിൽ 7:37-50 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട. അവിടെ നമുക്കറിയാം, ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് ക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അവിടെ ആ സ്ത്രീക്കെതിരെ ഒരു മുൻവിധി. ഇവളൊരു പാപിയാണ്. ഈ പാപിയായ സ്ത്രീ തൊട്ടത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാലിൽ കണ്ണുനീര് കൊണ്ടും ഒക്കെ ആ കാലിനെ ചുംബിച്ചത് അവൻ അറിയുന്നില്ലേ? പാപിയല്ലേ? ഒരു മുൻവിധി, ഒരു വ്യാഖ്യാനം. എന്നാൽ ദൈവമായ കർത്താവ് ശിമോനോടൊരു ചോദ്യം, ഇളച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച്. അധികം ഇളച്ചു കൊടുത്തവൻ അധികം സ്നേഹിക്കുമെന്ന് പറയുന്നു. അവസാനം കർത്താവ് പറയുന്നു, ഇവളുടെ പാപത്തെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അപ്പം അവിടെ എല്ലാവരും ഒരു സ്ത്രീയെ വിമർശിക്കുന്നു, മുൻവിധിയോടെ കാണുന്നു. ക്രിസ്തു ആ സ്ത്രീയെ സ്വതന്ത്രമാക്കുന്നു. ഇതാണ് സത്യവും നീതി. പറഞ്ഞു മനസ്സിലായോ? എല്ലാവരും വിമർശിക്കുന്നു, മുൻവിധിയോടെ കാണുന്നു, അറയ്ക്കപ്പെട്ട ഒരു വസ്തുവിനെ പോലെ വ്യാഖ്യാനിക്കുന്നു. യേശു ക്രിസ്തു ആ സ്ത്രീയെ സ്വതന്ത്രമാക്കി. നിന്റെ പാപങ്ങളെ മോചിപ്പിച്ചെന്നു. ഇനി ആരാ പാവമായിട്ട് വരാൻ? മോചിപ്പിച്ചു, സ്വതന്ത്രമാക്കി. ലിബറേഷൻ, ലിബർട്ടി, സ്വതന്ത്രമാക്കി. അതുകൊണ്ട് നമ്മുടെ കർത്താവിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കും തോറും നാം സ്വതന്ത്രരാ. പാപം ചെയ്യാനല്ല, നീതി ചെയ്യാൻ. നീതി ചെയ്യാൻ നാം സ്വതന്ത്രരാ, പാപം ചെയ്യാനല്ല കേട്ടോ. ഏറ്റവും അടുത്ത് ചേർന്ന് വേണം കേട്ടോ. മക്കൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും റെഫറൻസ് ഒന്നും കിട്ടിയില്ലേ? എല്ലാം ക്ലിയർ ആണോ? എന്താ മോനെ എന്നോട് ചോദിച്ചു? ഓക്കെ, എന്നോട് അവനൊന്നും ഇല്ല ചോദിക്കാൻ, കൂട്ടുകാരനോട്. അത് പിള്ളേരെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുക. ഈ ആളൊക്കെ ചേർന്ന് ഈ യേശുവിനോട് അടുത്ത് ഒരു കൂട്ടായ്മ പുലർത്തിയപ്പോൾ സ്വതന്ത്രയാക്കി. ഇനി രണ്ടാമത്തെ റെഫറൻസ് വായിക്കണം. കറക്ഷൻ വായിക്കൂ. 21 മത്തായിയുടെ സുവിശേഷം 21:12-13. കറക്ഷൻ, ഏറ്റവും ആവശ്യമുള്ള കറക്ഷനാണ്. അയച്ചോ സിസ്റ്റർ. ഇവൻ ഗലീലയിലെ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും ദേവാലയത്തിൽ യേശു വരുന്നു. അപ്പൊ എന്തൊക്കെയാ കാണുന്നേ? ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. അപ്പൊ വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ അതിനകത്തുണ്ട്. അവരെ എല്ലാം അങ്ങ് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും, മണി എക്സ്ചേഞ്ചുകാര് അവരുടെ മേശകളെയും, പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു കർത്താവ്. എന്നിട്ട് അവിടെ ഒരു കാര്യം പറഞ്ഞു. ഈ ആലയത്തിന്റെ പർപ്പസ് അവിടെ ഉണ്ട്. എന്താ പർപ്പസ്? അവരോട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. ഇപ്പൊ അതെന്താ? വൈരേ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ആലയത്തിന്റെ ഷേപ്പിന് മാറ്റം വന്നില്ല. പക്ഷെ ആലയം എന്തിനു വേണ്ടി നിന്നോ ആ ഉദ്ദേശത്തിന്റെ മാറ്റം വരുത്തിയത് അതിലിരുന്നവരാ. ഇതിന് വല്ല മാറ്റം ഉണ്ടാവും? ഇത് നിങ്ങൾ പൊളിച്ച് വേറെയൊക്കെ പണിയാൻ പറ്റും. ഇതിനൊന്നും ജീവനില്ലല്ലോ. നിങ്ങൾ ഇതിനകത്തിരിക്കുമ്പോഴാണ് ഇത് എന്ത് തരം ആലയമായി മാറുന്നത്. അപ്പോൾ യേശുക്രിസ്തു വന്ന് നോക്കുമ്പോൾ ഈ ആലയത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആ ദൈവദാസൻ ക്ലാസ് എടുത്തപ്പോൾ ശലോമോൻ ആലയം സമർപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒത്തിരി ചിന്തിച്ചത്, ആലയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവ തേജസ് കൊണ്ട് അവർക്ക് കയറാൻ പറ്റിയില്ലെന്ന്. ഇതേ ശലോമോൻ തന്നെ പിന്നെ ഒരു തേജസ്സും ഇല്ലാത്തവനായി നശിച്ചു. കയ്യിലിരിപ്പുണ്ട്. ചില ആളുകളൊക്കെ എങ്ങനെയാണ്, പണ്ടങ്ങോട്ട് ചെയ്ത് ഒന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു ഗുണവും ഇല്ലെങ്കിലും അതും പറഞ്ഞ് നടക്കുക. പണ്ട് ഞാൻ ചങ്ങലക്കിട്ട ആളെ പ്രാർത്ഥിച്ച് അഴിച്ചു. ഇപ്പം നാട്ടിന് മൊത്തവും ആ ചങ്ങലയും കൊണ്ട് ബാധയായി നടക്കുക. അത് ശ്രദ്ധിക്കുന്നില്ല. പണ്ടത്തെ പറഞ്ഞ് ഇപ്പോഴും അങ്ങ് നടക്കുക. ആലയത്തിൽ കയറാൻ കഴിയാതെ വണ്ണം തേജസ് ഇതേ ആലയം തന്നെ നശിക്കുന്നതിനെ ഏൽപ്പിച്ചു. എന്തുകൊണ്ടാ? പണിയുടെ മനോഹാരിതയിലല്ല ദൈവം ശ്രദ്ധിച്ച്
ജീവനുള്ള കല്ലുകളായി അവനിൽ കെട്ടിടം മൊത്തവും യുക്തമായി പണിഞ്ഞോണം. ചുമ്മാ അങ്ങ് പണിയരുത്, യുക്തമായി പണിയുക. ഈ വീട് പണിഞ്ഞപ്പോൾ ശ്രദ്ധിച്ച് കാണും, കരണ്ടിയുള്ളവരെല്ലാം മേശരിമാർ ഓരോന്നും മുറിച്ച് കുറേ സ്ക്രാപ്പ് പോലെ കുറേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ കല്ലുകളെല്ലാം ടെമ്പോയിൽ ഒന്നിന് 23, 25, 50 രൂപ ഒക്കെ വില വെച്ച് വന്നവരാ. പക്ഷെ ഇല്ല, ഇപ്പോൾ ഒന്നുമില്ല, അവിടെയൊക്കെ കൂട്ടിയിട്ട് പിന്നെ കുറേയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയി. പക്ഷേ അതിലൊരു ഭാഗമുണ്ട്. മറ്റേതെന്താ ഇരുത്താതെന്നറിയോ? ഷേപ്പ് മാറും, അവർ ചെത്തി ദൂരെ കളഞ്ഞു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി പണിയണം. അങ്ങനെയൊക്കെ ഇതിനകത്ത് ഇരുന്നോണം കേട്ടോ. മുഴച്ചൊക്കെ ഇരുന്ന് അവിടെയൊക്കെ വെട്ടിയും കളയും. യുക്തമായി പണിയാൻ നിങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വമാണ്. ഈ പാസ്റ്റർ മാത്രമല്ല, അദ്ദേഹത്തെ ആ പണിയെ നിയന്ത്രിച്ച് നയിക്കുക ഉത്തരവാദിത്വം നിങ്ങൾക്ക്. പണിയുടെ നിങ്ങൾ പാർക്കുന്ന ഏരിയയിലൊക്കെ ഇതെങ്ങനെ പണിയുന്ന ഈ സഭ? ചിലർ വിചാരിക്കുന്ന വർഷം ഇവിടെ മാത്രമേ ഇതുള്ളെന്നാ. നിങ്ങൾ എവിടെ പാർക്കും അവിടെ എല്ലാം നിങ്ങളുടെ കൂട്ടായ്മയുണ്ട് അല്ലേ? ഇവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വരിക ബാലുബ്രദറിൻ്റെ വീട്ടിൽ. അങ്ങനെ നടക്കത്തില്ല. ഉദാഹരണം പറയാം, ബാലുബ്രദറിൻ്റെ വീട്ടിലുള്ളവരെല്ലാം കൂടെ അതിന് മുമ്പ് ഒരു പൂരം അടിയും കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും മാന്യതയുണ്ടോ അവിടെ വരുമ്പോൾ? നിങ്ങളങ്ങനെ ചെയ്യുന്ന ആളല്ലെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ പറ്റത്തില്ല. ജോസി എന്താ തോണ്ടത്? നോക്കൂ, ഇവിടുന്ന് പോകുന്നിടത്തെല്ലാം എന്തുണ്ട്? ദൈവരാജ്യം നിങ്ങളിലൂടെ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കൃപയുടെ, സ്നേഹത്തിൻ്റെ. പക്ഷെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകം ഏറ്റവും ശ്രേഷ്ഠം എത്ര ഇല്ലേ പാസ്റ്ററെ? എനിക്ക് തോന്നുന്നു ശലോമോൻ ഉണ്ടാക്കിയ ദേവാലയത്തിന് ശേഷം ആരും ഉണ്ടാക്കിയത് അത്രയും വലുതല്ല അല്ലേ? നിങ്ങളത് ആധികാരികമായി പഠിക്കുന്നത് അല്ലേ? ഹെരോദാവൊക്കെ പുതുക്കി പണിഞ്ഞൊന്നും അതിൻ്റെ ഒരു പകുതി പോലും വന്നിട്ടില്ല. നെബൂഖദ്നേസർ തകർത്തത് അതല്ലേ? ശലോമോൻ്റെ നെബൂഖദ്നേസർ തകർത്തത്. അത്രയും വലിയ ദേവാലയം, എത്രയോ കോടിക്കണക്കിന് അല്ലേ സമ്പത്ത് അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു വിലമതി, നമുക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റ് എസ്റ്റിമേറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കായിരുന്നു അതിനകത്ത്. അതിനകത്ത് കയറാൻ വയ്യാതെ വണ്ണം എന്തോ വന്ന് തേജസ് വന്നെന്ന്. ഏതായാലും ഇവിടെ അതിനേക്കാളും വിലയേറിയ ആലയമാണ് നമ്മളെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു നെബൂഖദ്നേസറിന് ഇടിക്കാനൊന്നും പറ്റത്തില്ല. ഇത് പാതാള ഗോപുരം ജയിക്കാത്തതാണ്. പറയാൻ മനസ്സിലായോ? ഒരു നെബൂഖദ്നേസറിനും ഇത് തകർക്കാൻ പറ്റത്തില്ല. കാരണം പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് പറഞ്ഞവനാണ് ഇതിൻ്റെ ഹെഡ് അല്ലേ? തലയോടെ വളരണം. നമ്മൾ ഈ റോഡ് വഴിയൊക്കെ പോകുമ്പോൾ കാലില്ലാത്തവരെ കാണാം, കൈയില്ലാത്തവരെയൊക്കെ കാണും. പക്ഷേ അങ്ങനെ ഓരോ വൈകല്യങ്ങളുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ വൈകല്യമുള്ളവരെന്ന് വിളിക്കുമ്പോൾ നമുക്ക് വേറെ 100,000 വൈകല്യമുണ്ട്, സ്വഭാവ വൈകല്യങ്ങളാണ്. പക്ഷേ ഒരിടത്ത് പോലും ആരെങ്കിലും തലയില്ലാതെ ഒരുത്തം നടന്നു പോകുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടാൽ പിന്നെ പറയണ്ട, കൂട്ടത്തോടെ എവിടെയെങ്കിലും കൊണ്ടുപോണ്ടി വരും. ചിലരങ്ങ് തീരുകയും ചെയ്യും അത് കണ്ട. ഇല്ല ബാൽക്കണിയുടെ മണ്ടയ്ക്കാണ് നിന്നാ കാണുന്നെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പോലത്തെ അതിനകത്ത് വീഴും പേടിച്ച്. അങ്ങനെ ആരെല്ലാം കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ഈ പണിക്കകത്ത് ഏർപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം തലയോളം വളരാൻ, ക്രിസ്തു എന്ന തലയോളവും. അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ, ഹെഡ് ക്രിസ്തുവിൻ്റെ. ആ പണിക്കകത്ത് വന്ന് നോക്കുമ്പോൾ ദേ നിൽക്കുന്നത് കുറേ എണ്ണം. ഇവന്മാരെ കൊണ്ടൊന്നും പണിയാൻ പറ്റത്തില്ല. ഇവരെന്താ ഇവിടെ ബിസിനസ്സാണ് ഇവർ. ഇതല്ല അതിൻ്റെ ആലയം, പ്രാർത്ഥനാലയം. അതിന് മുമ്പത്തെ വാക്യം ആ ബിസിനസ് നോക്കിക്കേ. പലതരം ബിസിനസ് വിൽക്കുന്നു, പൊൻവാണിഭക്കാരുടെ മേശകളെയും പിന്നെ എക്സ്ചേഞ്ച്, പലതരം സാധനങ്ങൾ വിൽക്കുന്നു. ഇതെല്ലാം കർത്താവ് തല്ലി ഒടിച്ചെന്നൊന്നുമല്ല, ചിലർ പറഞ്ഞ യേശു അടിച്ചെന്നൊക്കെയാണ്. മറിച്ച് കളഞ്ഞെന്ന, മറിച്ച് കളഞ്ഞു കർത്താവ്. റാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ആങ്കർ അല്ല, അതങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഉണ്ടാകാതിരിക്കട്ടെ. അദ്ദേഹമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഡേ ഓഫ് ദ ലോഡിലൊക്കെ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ നമ്മൾ കാണുന്നു. എല്ലാത്തിനും പുറത്താക്കാൻ കാരണം അകത്തിരിക്കുന്നവരാരും ഇതിൻ്റെ പർപ്പസിന് കൊള്ളാവുന്നവരല്ല. അതാ പ്രശ്നം. അതുകൊണ്ടാണ് പുറത്ത് കളഞ്ഞത്.
അകത്തിരിക്കുന്നവര് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടാൻ പറ്റിയ സ്വഭാവമുള്ളവരായിരിക്കണം. പക്ഷെ ഇപ്പൊ അകത്തിരിക്കുന്നവനെ കൊണ്ടൊന്നും അതിന് പറ്റത്തില്ല. ഇറങ്ങാൻ പറഞ്ഞു. നമ്മളെ ഇറക്കി വിടുവോ? ഇറങ്ങാൻ പറഞ്ഞു. ഒരു ദയയില്ല ഇവിടെങ്ങും. കാര്യം നിങ്ങളെല്ലാം കൂടി എൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന എൻ്റെ ആലയത്തെ ഇപ്പൊ ആലയമല്ല ഗുഹയാക്കി വെച്ച്. ഗുഹയ്ക്കകത്തെല്ലാം കള്ളത്തരങ്ങളാണ്. ഇപ്പൊ ആലയമില്ല, ഗുഹയാ. യേശുവിൻ്റെ ആ വേർഡ് കണ്ടു. ആരാ അത് ഗുഹയാക്കിയത്? പൂർവ്വപിതാക്കന്മാർ പോലെ നോക്ക്, തേജസ് കൊണ്ട് ഇറങ്ങാൻ വയ്യാത്തവന്റെ കാലം അവനും ഗുഹയാക്കി. അത് കഴിഞ്ഞ് പ്രവാചകന്മാരുടെ കാലം വന്നപ്പോൾ അവർ നോക്കിയിരിക്കുമ്പോൾ ജനങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് തേജസ് പോയി, അവരെല്ലാം കൂടെ ഗുഹയാക്കി. അവസാനം യേശുവിൻ്റെ ശിഷ്യന്മാരും ഈ ആലയത്തിൽ കുറച്ച് പ്രൗഢി കാണിച്ചവർ. എന്തൊരു മനോഹരം. അപ്പോഴും കർത്താവ് പറഞ്ഞു, ഈ ഗുഹയായതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? കല്ലുമേ ശേഷിക്കത്തില്ല. നിങ്ങളെല്ലാം കൂടെ ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി, കള്ളന്മാരുടെ ഗുഹയാക്കി. നിങ്ങൾക്ക് അതിനകത്ത് ആ ബിസിനസ്സാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാനല്ല വന്നത്, ആരാധിക്കാനല്ല വന്നത്, അനുസരിക്കാനല്ല വന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല വന്നത്. പിന്നെ ആലയം എന്തിനാ? മഴ നനയാതെ വെയിൽ കൊള്ളാതെ സ്വന്തം ബിസിനസ്സിന് വേണ്ടി നിങ്ങളിത് കണ്ടു അല്ലേ? ചിലരങ്ങനെ ആലയമൊക്കെ കുറച്ചു നേരം ചൂടറിയാതിരുന്നു. എന്തിനാണോ ആലയം? കുറച്ചു നേരം ചൂടറിഞ്ഞില്ല, അതിന് വന്നൊന്ന് ഇരുന്നു. അതിനല്ല ആലയം. ഇവിടെ അങ്ങനെയാക്കി മാറ്റി ഇവരെല്ലാം കൂടെ. യേശു പുറത്ത് കളഞ്ഞു. അവിടെ എന്താ കർത്താവ് ചെയ്തേ? കർത്താവ് അവിടെ ചെയ്തത് കറക്റ്റ് ചെയ്ത്, എങ്കിലേ ഈ പരോപകാരം ശരിയാകത്തുള്ളൂ. ഇവരെല്ലാം കൂടെ എന്താ പരോപകാരം പറ്റൂ? ഇവര് മിടുക്കരായി ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കൊള്ള ലാഭത്തിനായി കൊടുക്കുന്നത്. അതും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ മറവിൽ. അന്ന് മുതലേ തുടങ്ങിയതാ കേട്ടോ ഈ കള്ളക്കച്ചവടം. ഇതൊന്നും പുതിയ കാര്യമല്ല. നോക്കുക, കള്ളക്കച്ചവടം കണ്ടോ? ആത്മീയതയുടെ മറവിലാണ് കള്ളക്കച്ചവടം. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മറവിലാണ് അത് ചെയ്തത്. കള്ളന്മാരുടെ ഗുഹ. ഇപ്പൊ കറക്റ്റ് ചെയ്തു. അപ്പം നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള ദാഹം. ഒരു സ്ത്രീയെ എല്ലാവരും കൂടി പാപിയാക്കിയപ്പോൾ, അവളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നീതിയും സത്യവും പറയാൻ ആരുമില്ലാതിരുന്നപ്പോൾ യേശു അത് സ്ഥാപിച്ചു അവൾക്ക് വേണ്ടി. പറഞ്ഞു മനസ്സിലായോ? അവൾക്ക് വേണ്ടി യേശു സ്ഥാപിച്ചു ആ നീതിയും സത്യവും. അപ്പുറത്ത് നോക്കൂ, ഇവിടെ എല്ലാവരും കൂടി കുറെ സാധുക്കളുടെ നീതിയെ അട്ടിമറിക്കുന്നു. ദേവാലയം അതിനുവേണ്ടി അവരൊരു മറയാക്കി ഉപയോഗിച്ചു. ദേവാലയം ഒരു ഗുഹ കണക്കെ അവരാക്കി മാറ്റി. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതിരുന്ന ക്രിസ്തു ശുദ്ധീകരണത്തിനായി അകത്ത് കടക്കുകയാണ്. ഇത് കണ്ടിട്ട് കുഴപ്പമില്ല, ബിസിനസ് നടക്കുന്നല്ലോ, അതിൻ്റെ ഓഹരി എൻ്റെ ദേവാലയത്തിൽ വീണ്ടും വീഴും എന്ന് കരുതി വിട്ടുപോയില്ല യേശു. യേശുവിന് അങ്ങനെ അങ്ങ് പോയ പോരെ? എൻ്റെ ആലയത്തിൽ തന്നെ അല്ലയോ ഇതെല്ലാം വീഴുന്നത്? എന്ത് ബിസിനസ് ആയിട്ടെല്ലാം കാണിച്ചിട്ട് ലാഭം കൂടുതൽ കിട്ടുന്നവൻ കൂടുതൽ കൊണ്ടിടട്ടെ, ഞാനങ്ങ് പോവാ എന്നും പറഞ്ഞ് യേശു പോയോ? യേശു പോയില്ല. യേശു അതിനെ കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചീർക്കും. കൊരിന്ത് സഭയിൽ കറക്ഷൻ വേണ്ടാതൊരുത്തനിരിക്കുന്നു. അവന് വേണ്ട, പക്ഷേ ആരോഗ്യകരമായ ഒരു സഭാ സംവിധാനത്തിന് അവനെ കറക്റ്റ് ചെയ്തേ പറ്റും. അവനാ കറക്ഷൻ വേണ്ട. അവൻ അസാരം പിണ്ടത്തെ മൊത്തം എന്ത് ചെയ്യുക? പുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അവനാ കറക്ഷനൊന്നും വേണ്ട. അവൻ സ്വന്തമായിട്ട് അനുദപിച്ചു, പിടിച്ചു, അവനെ പുറത്താക്കുക, പിടിച്ചു പുറത്താക്കുക. ആൾക്കാരങ്ങനെ പുറത്താക്കാനായിട്ട് അങ്ങനെ തയ്യാറൊന്നുമില്ല. കാരണം ഇവനെന്തെങ്കിലും ഹോൾഡ് കാണുമായിരിക്കും. അല്ല പിന്നെ മറ്റുള്ളവരൊക്കെ ഇത് സഹിച്ചെന്താ ഇത്രയും വലിയ? അതല്ലേ പൗലോസ് ചോദിക്കുന്നത്, മറ്റു സ്ഥലങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു ദുർനടപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് നിങ്ങൾ ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നു. പാലുബ്രദറെ അവനെന്തോ ഹോൾഡ് കാണും കേട്ടോ. അല്ല പിന്നെ എങ്ങനെ അവനങ്ങനെ ഇരുന്ന്? ഒരു കത്ത് അവിടെ നിന്ന് വന്ന്, ലേഖനം അത് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കളയാൻ പറഞ്ഞു, ജഡസംഹാരത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു.
അവൻ ആവശ്യമില്ലെങ്കിലും ദൈവസഭ എന്ന് പറയുന്ന സഭയുടെ ദൈവകേന്ദ്രീകൃത ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ആവശ്യമാണ്. ദൈവസഭ ഭരിക്കുന്ന ആരാ? ദൈവം. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഇവിടെ പാസ്റ്ററുണ്ട്, അദ്ദേഹം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൻ, നിയോഗിച്ച ശുശ്രൂഷകൻ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിട്ട് സംസാരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ നടക്കണം. അല്ലാതെ എവിടുന്നെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വന്നോ 4 പ്രസംഗം പ്രസംഗിച്ച് കൊള്ളാം അവനോട് പോയി എല്ലാം അടിച്ചിടരുത്. നിങ്ങളെ ദൈവം നിങ്ങളുടെ ഇദ്ദേഹത്തിന് ഇബ്രായ ലേഖനപ്രകാരം കണക്ക് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ അത് ഞരങ്ങിക്കൊണ്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നാണ്. അദ്ദേഹം വലിയൊരു ഉത്തരവാദിത്വത്തിലാണ്. ഇപ്പം എല്ലാ ദൈവദാസന്മാരും വലിയ ഉത്തരവാദിത്വത്തിലാണ്. ഇപ്പോൾ ആത്മനിർഭവും ആത്മഫലവും ഒക്കെ ഞാൻ പഠിപ്പിച്ച് നിങ്ങളെ, എന്നിട്ട് ഞാൻ ഇതെല്ലാം ലംഘിച്ച് ജീവിച്ചാൽ ഞാൻ മേളിൽ ചെല്ലുമ്പോൾ എന്നോട് ചിലപ്പോൾ സീൻ വെച്ച് ചോദിക്കും. എൻ്റെ വാക്കൊക്കെ ഷാർപ്പ് വാക്കുകളൊക്കെ എനിക്കെതിരെ ന്യായവിധിയാകരുത്. അത് ഞാൻ ശ്രദ്ധിക്കും എപ്പോഴും. മനസ്സിലാകുന്നോ? അപ്പോൾ കറക്ഷൻ. കുഞ്ഞുങ്ങളെ, നിങ്ങളെ ആരെങ്കിലും കറക്റ്റ് ചെയ്താലേ അവരോട് ദേഷ്യപ്പെടരുത്. എൻ്റെ മകൻ ആലയത്തിൽ ഇരുന്ന്, അത് നല്ല രസമുള്ളൊരു കാര്യമാണ്. അവനിങ്ങനെ ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അവൻ ഒറ്റ ഒരു പയ്യനേ ഉള്ളൂ ആ സഭയിൽ, വേറെ പിള്ളേരൊന്നുമില്ല സഭ. പിന്നെ കുറേ അല്ലാതെ ആളുകളും ഉണ്ട്. അപ്പോൾ ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടല്ല. അപ്പം ഇവൻ സാക്ഷ്യം പറയാൻ വന്നതെന്ന് ഇവൻ സാക്ഷ്യവും പറഞ്ഞ് വാചകമൊക്കെ പറഞ്ഞ് ഇവൻ അതിന് മുമ്പ് പാടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, അയ്യോ ഞാൻ വിചാരിച്ച് ഈ ചെറുക്കനൊരു പൊട്ടനായിരിക്കുമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ മുഖമൊക്കെ ഒന്ന് അങ്ങനെ ഇവനിങ്ങനെ ചിരിക്കുന്ന ഈ എന്താ പറഞ്ഞ മഞ്ഞളിച്ച ചിരിയുണ്ടല്ലോ, ഇങ്ങനെ ചിരിക്കുന്ന ഒരു മുഖത്ത് ഇരിപ്പുണ്ട്. കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഇങ്ങ് വിളിച്ചിട്ട് പറഞ്ഞ് ഈ അപ്പച്ചനെ വിളിച്ചു. ഒരപ്പച്ചൻ പാസ്റ്റർ. ഞാൻ അപ്പച്ചനെ മുൻനിർത്തിയിട്ട് അവനോട് ചോദിച്ചു, ഈ അപ്പച്ചൻ നിന്നെ ഇങ്ങനെ പറഞ്ഞ എന്താ? നീ ഒച്ചത്തിൽ പാടിയുമില്ല പ്രാർത്ഥിച്ചുമില്ല, സാക്ഷ്യവും പറഞ്ഞു, പിന്നെ തിരുവചനവും പറഞ്ഞപ്പോൾ നീ ശബ്ദം ഉയർത്തി. അപ്പോൾ അപ്പച്ചന് മനസ്സിലായി നീ സംസാരിക്കുന്ന കുഞ്ഞാണ്. അതിനു മുമ്പ് പുള്ളിക്ക് മനസ്സിലായില്ല. അതാ നീ 1% പോലും ഈ അപ്പച്ചനോട് ദേഷ്യം വെക്കരുത്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇവൻ്റെ തലയെ കഴിച്ച് പ്രാർത്ഥിപ്പിച്ച് അനുഗ്രഹിച്ച് ഞാനൊരു ദശാംശം കൊടുത്ത് അവനെ കൊണ്ട് കുടിപ്പിച്ച് 2 കെട്ടിപ്പിടിച്ച സമാനത്തോടെ പോയി. കാര്യം ഒരു ചെറിയ സ്പോട്ട് മതി ദിവസം. കുഞ്ഞുങ്ങളല്ലേ വളരാൻ, കറക്റ്റ് ചെയ്ത് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെങ്ങനെ ആരെങ്കിലും ഒരു കറക്ഷന് വേണ്ടി സംസാരിച്ചാൽ അവരോട് എന്തോ തോന്നരുത്, നിന്നെ പിന്നെ കണ്ടോളാം, അങ്ങനെ തോന്നത്തില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങൾ. ഇന്നും ഞാൻ പറയും, ഇന്നലെ ഇവരെല്ലാം കഠിനാധ്വാനം. ഇന്നും ഉണ്ടോ നിങ്ങൾക്ക് ജോലി? പിന്നെ അറിയത്തുള്ളില്ലേ. അവരിന്നലെയൊക്കെ എന്തെല്ലോ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ഈ എല്ലാം നല്ല ഹെൽപ്പേഴ്സായിരുന്നു. പെൺകുഞ്ഞുങ്ങളും അവരവരുടേതായ കാര്യങ്ങൾ അവർ അവിടെ ചെയ്തു. അപ്പോൾ കറക്ഷൻ ഇമ്പോർട്ടൻ്റാണ്. എന്തിനാണെന്നറിയോ? ഈ കറക്ഷനിലാണ് ശുദ്ധീകരണം. അത് ശ്രദ്ധിച്ചോണം. ഇപ്പം ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ് കറക്ഷൻ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ ഒരു തെറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ പോകണ്ട, ഇങ്ങനെ പോയാൽ നിനക്കിത് നല്ലതാകത്തില്ല, നിൻ്റെ ജീവിതത്തിനും മുന്നോട്ടുള്ള പഠനത്തിനും സഹകരണത്തിനും ഒന്നും നല്ലതാകത്തില്ലെന്ന് പറയുമ്പോൾ അവൻ അതങ്ങ് മാറ്റും, അവൻ ശുദ്ധീകരിക്കപ്പെടുക. അതാ പറഞ്ഞ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധരാ, കാരണം നിങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ. യേശു പറയും, ഇത് ചെയ്യാത്ത ആളാ യൂദ ഇസ്കറിയാത്താവ്. ചെയ്തില്ല. പരിണത ഫലമോ അവൻ തന്നെ അവൻ്റെ സ്വഭാവത്തിൽ പിടിക്കപ്പെട്ടു കുടുങ്ങി. അപ്പോൾ ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അടുത്തത് വിശ്വസ്തത അല്ലേ? പരോപകാരം, വിശ്വസ്തത. വിശ്വസ്തത അതിൻ്റെ എഴുതിക്കോ, അത് ഇംഗ്ലീഷ് എഴുതിക്കോ. ഫെയ്ത്ത്ഫുൾനെസ്, ലോയൽറ്റി, കമ്മിറ്റ്മെൻറ്റ്, ട്രസ്റ്റ് വർത്തിനെസ്,
ആൻഡ് ഹോണസ്റ്റി. ഫെയ്ത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നതിന് ഗ്രീക്ക് പിസ്റ്റിസ് എന്നാണ്. പിസ്റ്റിസ് അതിൻ്റെ അർത്ഥം ഇത്രയാണ്. ഒന്നുകൂടി ഇംഗ്ലീഷിൽ പറയാം. ഫെയ്ത്ത്ഫുൾനെസ്, ലോയൽറ്റി, കമ്മിറ്റ്മെൻറ്റ്, ട്രസ്റ്റ് വർത്തിനെസ് ആൻഡ് ഹോണസ്റ്റി. പിസ്റ്റിസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് വാക്ക് അതിൽ. അതിൽ നിന്ന് പിസ്റ്റോസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വിശ്വസ്തത, ലോയൽറ്റി. എന്ത് പക്ഷേ ആത്മാർത്ഥതയില്ലേ മലയാളം വീട്? ലോയൽറ്റി, സത്യസന്ധത. എഴുതിക്കോ, സത്യസന്ധത, എന്തോ വിശ്വസ്തത, അത് ഫെയ്ത്ത്ഫുൾനെസ്. ഞാൻ പറഞ്ഞ ലോയൽറ്റിയാണ്. ഒന്ന് നോക്കിക്കേ, അത് മലയാളം, കറക്റ്റ് മലയാളം ഗൂഗിളിലൊന്ന് നോക്കി. ലോയൽറ്റി, പിന്നെ സമർപ്പണം, കമ്മിറ്റ്മെൻറ്റ്, ദൃഢവിശ്വാസം, കൂറ്. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ കൂറ് എന്ന് പറഞ്ഞാൽ നന്ദി. ഓക്കെ, കേട്ടോ പല ഒന്ന് മുറുക്കെ പറഞ്ഞേര്. ദൃഢവിശ്വാസം, ലോയൽറ്റി, ശരിയാ. നമുക്കൊരു ലോയൽറ്റി, കൂറ്, ശരിയാ. ഉള്ളുകൊണ്ടൊരു കൂറ്, വിശ്വസിക്കുന്നതിനോടുള്ള കൂറ്, കറക്റ്റാ. ഏതാ? പിസ്റ്റിസ്, ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത് എന്ന് പറയുന്നതിൻ്റെ ഗ്രീക്ക് വാക്കാണ് പിസ്റ്റിസ്. അതെല്ലാം ഉണ്ട്. കൺവിക്ഷൻ ഓഫ് ട്രൂത്ത് മറ്റൊരർത്ഥം, അതെല്ലാം ഉണ്ട്. കുറേ അർത്ഥമുണ്ട് അതിന്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈബിളിലെ പദങ്ങൾ ഗ്രീക്കിൽ എടുത്തിട്ട് നമ്മൾ ബിബ്ലിക്കൽ ഗ്രീക്കാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഗ്രീക്ക് എന്ന് പറഞ്ഞൊരു വലിയ സെക്കുലർ ലാംഗ്വേജ് അല്ലേ, അവർക്ക് ഒത്തിരി അർത്ഥമുണ്ട്. എക്ലീഷ്യയ്ക്ക് തന്നെ ഒരുപാട് അർത്ഥമുണ്ട്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം, ട്രസ്റ്റ് വർത്തിനെസ്, വിശ്വാസ്യത, പിന്നെ സത്യസന്ധത, ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ വിശ്വസ്തത. നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പം ചെറിയ ഒരു വാക്കാട്ട് അത് കാണുന്നത്, അങ്ങനല്ല. വിശാലമായ യാഥാർത്ഥ്യങ്ങളുടെ ഒരു കലവറയ വിശ്വാസം. അങ്ങനെയാണ് വിശ്വാസത്തെ നമ്മൾ പഠിക്കുന്നത്. അതിലൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. കൺവിക്ഷൻ ഓഫ് ട്രൂത്ത്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ. ഈ പിസ്റ്റിസ് എന്നും പെസ്റ്റോസ് എന്നുള്ള വേർഡിൻ്റെ ഒരു വലിയ മീനിങ് ആണ്. ആരുടെ ഫോൺ അടിക്കുന്നല്ലോ. ഫൗണ്ടേഷൻ, കൺവിക്ഷൻ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞ സത്യത്തിലുള്ള ആ വലിയ ധാരണ. നമ്മളൊരു സത്യം അറിഞ്ഞു, ആ സത്യത്തിൽ സംശയമുണ്ടോ? അങ്ങനെയാണ് വിശ്വാസം ശരിയായിട്ടില്ല. ഒരു സത്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വാസം ശരിയായിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തിനൊരു മോറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, ആ പ്രിൻസിപ്പിൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ വിശ്വാസം ശരിയായിട്ടില്ല. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നിങ്ങൾ അറിഞ്ഞ സത്യത്തിനൊരു മോറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, ആ പ്രിൻസിപ്പിൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ വിശ്വാസം ശരിയായില്ല. വിശ്വാസം എന്ന് പറയുമ്പം ലിപ് സർവീസായി പോയി പോവാം, അതരചർവണമാണ്, പ്രാക്ടിക്കലായിട്ട് വന്നിട്ടില്ല. ഒരു മോറൽ പ്രിൻസിപ്പിൾ അതിനുണ്ട്, അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ട്, അതിന് പവറുണ്ട്, അതിന് അതോറിറ്റി ഉണ്ട്. അതൊരു പെനിട്രേറ്റിംഗ് പവറാണ്. ഇതൊക്കെ ചേരുന്ന വിശ്വാസം. പവറുണ്ട്, അതോറിറ്റി ഉണ്ട്, അതൊരു റോയൽ പൊസിഷനില്ല. ആലോചിച്ച് നോക്കി, എത്ര പിസ്റ്റോസും ഒക്കെ ആ ദൈവാസനൊക്കെ അറിയാം. നമ്മളടുത്തങ്ങ് ഡിക്ഷണറിയും പിന്നെ അതിൻ്റെ ഗ്രീക്ക് ദൈവാസ ബൈബിൾ ഹബിലൊക്കെ പോയി അതിൻ്റെ ആ എക്സ്പ്ലനേഷൻ പഠിച്ചോണ്ടല്ലോ നമ്മൾ സത്യത്തിൽ എൻ്റെ ദൈവമേ ഇതൊക്കെയാണോ വിശ്വാസം?
നമുക്ക് ആകെയുള്ള ഒരു വിശ്വാസം ഇപ്പം ജനറൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവ്. ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ രക്ഷിതാവായിരിക്കുന്ന ക്രിസ്തു എന്നോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളിലും ഞാൻ നേരെയാകാനായിട്ടുള്ള വിശ്വാസം ഇപ്പോൾ എനിക്ക് പ്രശ്നം. മറ്റെല്ലാവർക്കും ഉണ്ടല്ലേ? യേശു ക്രിസ്തു എൻ്റെ ദൈവം, ആ ദൈവം തന്നിരിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ആ വിശ്വാസം ഒരു ഫൗണ്ടേഷനാണ്. അതിനെ നിർത്തിക്കൊണ്ട് പിന്നെ ഈ വിശ്വാസത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന മേഖലകൾ ഉണ്ട്. എന്താ പറഞ്ഞാൽ മോറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, അതോറിറ്റി ഉണ്ട്, പവറുണ്ട്, ഹീലിംഗ് പവറുണ്ട്. അതിന് വിശ്വാസത്തിന് ഹീലിംഗ് പവറുണ്ട്. അതുപോലെ തന്നെയോ ഈവിൾ പവേഴ്സ് അതിന് മുമ്പിൽ കീഴടങ്ങും. അല്ലേ? വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ചിലതൊക്കെ കർത്താവ് ചെയ്തുമില്ല. ശിഷ്യന്മാർ ചോദിക്കാണ്ട് ഞങ്ങൾക്ക് എന്താ അതിനെ സൗഖ്യമാക്കാൻ കഴിയാഞ്ഞ്? കർത്താവ് കൂടുതൽ തിയോളജി ഒന്നും പറഞ്ഞില്ല, നിങ്ങളുടെ അല്പവിശ്വാസമെന്നോ ഒത്തിരി തിയോളജി ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. നിങ്ങളെല്ലാം കേട്ടു കണ്ടു ശരിയാ, പക്ഷെ വിശ്വസിച്ചിട്ടില്ല. മനസ്സിലായോ? ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സത്യമാണ് വിശ്വാസം. അല്ലെങ്കിൽ അതിൽ നിന്നും അതിൻ്റെ ഒരു സഹോദര പാർട്ടാണ് വിശ്വസ്തത. ശരിയായ വിശ്വാസമുള്ളവനെ വിശ്വസ്തതയുണ്ട്, അല്ലെങ്കിൽ വിശ്വസ്തത ഉണ്ടാകത്തില്ല. യേശുക്രിസ്തുവിനെ കാര്യസാധ്യത്തിന് വിശ്വസിക്കുന്നവൻ കാര്യം സാധിച്ചെടുക്കാൻ ഏത് വഴിയിലൂടെയും നടക്കും. വിശ്വസ്തതയില്ല. അപ്പം അവിടെയാണ് അതിൻ്റെ തുടക്കം, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. കാരണം ആദ്യത്തെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കാനോ വിശ്വസ്തതയില്ലെങ്കിൽ ജീവിതത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു കഠിനാധ്വാനം ചെയ്യാനോ നമ്മൾ തയ്യാറല്ല. ഇനി പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. ഒന്ന്, അന്ധവിശ്വാസമുണ്ട്. വിശ്വാസ ജീവിതത്തിലുള്ള ചിലർക്ക് അത് ഉണ്ട്. അത് നിമിത്തം അവരുടെ വ്യക്തിത്വം വികലമാകുന്നു, കുടുംബം തന്നെ ചിലപ്പം തകർന്നു പോകുന്നു. ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ, ഇറാഷണൽ ബിലീഫ്സ്, അതിൽ നിന്നുണ്ടാകുന്ന ഭയം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരെങ്കിലും ബാത്റൂമിലോട്ട് പോയിട്ട് അമ്മേ എന്ന് പറഞ്ഞ് അലറി ഓടി വരിക, നമ്മൾ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഏതാണ്ട് പറ്റി വീണ് കിടക്കുമായിരിക്കുന്നു. ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പാറ്റായിരിക്കുന്നു. അതാ പ്രശ്നം. ഫോബിയാസ്. എന്ത് ചെയ്യാനാ ഒരു പാറ്റ? ഈ ജോസി മോളെ പോലുള്ള മോളെ വിഴുങ്ങുമോ പാറ്റ? എന്ത് ചെയ്യാനാ? അല്ല ഈ കുഞ്ഞുങ്ങളെ അല്ല നിങ്ങളെ ആരെങ്കിലും വിഴുങ്ങുമോ? പക്ഷെ ഇറാഷണൽ ബിലീഫ്സ്, എന്തോ ഒരു വിശ്വാസം, എന്തോ ഒരു യുക്തിയില്ലായ്മ, അവിടെ നിന്നുണ്ടാകുന്ന ഒരു ഭയം. ആ ഭയം സ്ക്രീമിങ്, അലറുക കിടന്ന്. അവിടെ ചെല്ലുമ്പോൾ ഒരു പാറ്റ ഒരു വടിയെടുത്ത് കൊട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. അവിടെ ഒരു വിശ്വാസം, അത്തരം ഒരു വിശ്വാസമുണ്ട്. പിന്നെ അല്പവിശ്വാസം. അല്പവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാ കാര്യത്തിലും ഇല്ല. വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എല്ലാ കാര്യത്തിലും ഇല്ല. ആ ചന്ദ്രരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന സ്ഥലത്ത് ശിഷ്യന്മാർക്ക് വിശ്വാസമില്ല, പക്ഷെ അല്ലാതെ ശിഷ്യന്മാർക്ക് എല്ലാ കാര്യത്തിലും വിശ്വാസമുണ്ട്. ഇനി അല്പവിശ്വാസത്തിൻ്റെ മറ്റൊരു മേഖലയെ ഞാൻ കാണിച്ചു തരാം. അവർ പാസ്റ്റും ഫ്യൂച്ചറും നന്നായിട്ട് വിശ്വസിക്കും, പ്രസൻറ്റിലാണ് പ്രശ്നം. പ്രസൻ്റാണ് അവരുടെ പ്രശ്നമായി കിടക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് കാണുന്നത് മാർത്തയുടെ ലൈഫിലാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മാർത്തയോട് യേശു പറയുകയാണ്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ആരോട് പറയുന്നു? യേശു മാർത്തയോട്. പച്ച ജീവനെ നിൽക്കുന്ന യേശുവിൻ്റെ മുഖത്ത് നോക്കി ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഈ മാർത്ത പിന്നെ നമ്മൾ കാണുന്നു ലാസറിൻ്റെ മരണത്തിങ്കൽ.
അവിടെ ഡയലോഗുണ്ട്. ആ ഡയലോഗ് പറഞ്ഞ് ഇന്നത്തെ കറക്റ്റ് സമയത്തിന് നിർത്തും. ഇന്നലത്തെ കൂട്ട് 5 മിനിറ്റ് മുമ്പേ ഒന്നും നിർത്തുന്നില്ല. പുള്ളി പറയുന്നത് 5, 10, 25, 30 പോയാലും പുറകോട്ട് പോകണമെന്നാണ്. അവിടെ ശ്രദ്ധിക്കൂ, ഡയലോഗ് തുടങ്ങുക. യേശുവും മാർത്തയും തമ്മിലുള്ള ഡയലോഗ്സ്. പകരം ആ ഡയലോഗുകൾ തുടങ്ങി ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയണ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അത് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവനെ അവിടുന്ന് ഉയർപ്പിക്കും. അത് ഫ്യൂച്ചറാണ്, അതും വിശ്വസിക്കുക. എല്ലാം കഴിഞ്ഞു, ഡയലോഗ് അങ്ങോട്ട് ഡെവലപ്പായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളോടൊരു ചോദ്യം, അവനെ വെച്ചതവിടെ. അവിടെ അവൾ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് വന്ന് നിൽക്കുന്നു. പറയുക, 4 നാളായി നാറ്റം വെച്ചു, ഗുരു അബദ്ധമൊന്നും കാണിച്ച് നാണം കിടരുത്. ഇവിടെയാണ് അവളുടെ വിശ്വാസത്തിൻ്റെ എക്സസൈസിൻ്റെ പ്രധാന പ്രശ്നം. ബാക്കി 2 ഓക്കെയാണ്, ഇവിടെ തകർന്നു. ഗുരു പ്രശ്നമാ, പോകല്ലേ, തടഞ്ഞു ക്രിസ്തുവിന്. ഇവിടെയാണ് നമ്മളെല്ലാം കുടുങ്ങിക്കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ എല്ലാം തകർച്ച. മറ്റെന്തോ പ്രശ്നം? യേശു ദൈവം 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 എന്ന് 1000 തവണ പറയാം. പക്ഷെ ഈ ദൈവം ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യും? ദൈവം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണം വേണ്ടേ ആ പറയുന്ന നിമിത്തം? ചുമ്മാ പറഞ്ഞാൽ മതിയോ? ദൈവം സർവശക്തനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഗുണം? അത് ചിന്തിക്കണ്ടേ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണം വേണ്ടേ? നിങ്ങളുടെ സഭയ്ക്കൊരു ഗുണം വേണ്ടേ ഈ സർവശക്തനായ ദൈവം നിമിത്തം? അപ്പം അതേ സ്ത്രീ തന്നെ ടെൻഷൻ അടിച്ചു. അതാ എനിക്ക് ഒട്ടും പിടികിട്ടാതെ യേശുവിനെ നോക്കി ടെൻഷൻ അടിച്ചിരിക്കുന്നു. എത്ര പേര് സഭായോഗത്തെ അങ്ങനെ വന്നിരിക്കുക, കർത്താവിനെ കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത്. കർത്താവ് ഇത് മാറ്റാനൊന്നും ശ്രമിച്ചില്ല. കർത്താവ് പറഞ്ഞ, നീ ഈ എൻ്റെ മുഖത്ത് നോക്കി ഈ ടെൻഷൻ അടിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? നല്ല അംശമില്ലെന്ന് ജീവിതത്തിൽ. അതാ ആ സ്ത്രീ അപ്പോൾ നല്ലതാ ചെയ്തത്, ലോകപ്രകാരം നോക്കിയാൽ. യേശുവിന് എന്തെങ്കിലും എന്തൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ ഇഷ്ടമുള്ളത്, ഏതാണ്ട് കഴിക്കാനുണ്ടാക്കുക. ഇവിടെ വലിയ പ്രസംഗം നടക്കുക. അങ്ങനെ ചില സഭയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രസംഗം നടക്കുമ്പോഴും അവിടെ സ്കാഷ് കലക്കുന്ന തിരക്കാണ് പുറകെ കുടിക്കാൻ. അതാവശ്യമാണ്, പക്ഷെ ഇതൊന്നും കേൾക്കത്തില്ല. ഇതുപോലെ ഈ സ്ത്രീ അങ്ങനെ അവരുടെ ശുശ്രൂഷയിൽ എന്നെ തനിച്ചാക്കി. ഗുരു കണ്ണൊക്കെ ഒന്ന് തുറന്നേ, നിനക്ക് വേണ്ടിയാ അവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത്, നീയും എന്നെ അവഗണിക്കുകയാണോ എന്ന ചോദ്യത്തിൽ അവളുടെ വിശ്വാസത്തിൻ്റെ ജീവൻ നഷ്ടമായി കിടക്കും. നീ വിശ്വാസത്തിന് എന്തുണ്ടെന്നറിയോ? ജീവനല്ല, സമൃദ്ധിയായ ജീവൻ. അതുകൂടെ അതോടെ അത് വൈകിട്ട് ഞാൻ പറയും. ഇത് ഉദ്ദേശിച്ചിടത്തെങ്ങും പറഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. നിങ്ങളുടെ പുൽപ്പിറ്റ് നല്ലതാണ് കേട്ടോ, ഇങ്ങനെ പറയാനുള്ളൊരു ഫ്ലോ ഉണ്ട്. ചിലയിടത്തൊക്കെ ഞങ്ങളുടെ അണ്ണാക്കൊക്കെ കീറി. നമുക്ക് ജീവൻ, അത് ഞാൻ വൈകിട്ട് പറയാം. സമൃദ്ധിയായ അബണ്ടൻ്റ് ഓഫ് ലൈഫ്, അതൊക്കെ വിശ്വാസത്തിലുണ്ട്. ഇനി ഓരോന്നും അതിൻ്റെ റെഫറൻസ് വെച്ച് വിശദീകരിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ.